ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഒരുപാട് നാളുകൾക്ക് ശേഷം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു തരം കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അത് തന്നെ റഷ്യൻ നാടോടി കഥകൾ. ഒരമർ ചിത്രകഥ പോലെ ഭയങ്കര രസമായിട്ട് അതിന്റെ വിഷ്വലും ഫാന്റസി ആയിട്ടുള്ള സ്റ്റോറികളും ഇതെല്ലാം കണ്ടും കേട്ടും നിങ്ങൾക്ക് ഇന്ന് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. കാരണം നല്ല ഗംഭീരമായിട്ടുള്ള വിഷ്വൽ ട്രീറ്റ്, കാട്ടിലെ വലിയ വലിയ പന്നികള്, അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക്, അങ്ങ് മലമുകളിലുള്ള ഒരു കോട്ടയിലെ ചെകുത്താന്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു മായാലോകം തന്നെയാണ് ഈ ഒരു കഥയും ഇതിലെ വിഷ്വൽസും. അപ്പൊ നമ്മൾ നേരെ ഈ മായാ ലോകത്തിലേക്ക് പോവാൻ പോവാണ്. നല്ല രസത്തിൽ കണ്ടിരിക്കാം. പിന്നെ വേറൊരു കാര്യം, ലോജിക്ക് അത് ഇങ്ങനെയുള്ള കഥകളിൽ നിങ്ങൾ ചോദിക്കാൻ നിൽക്കരുത് കേട്ടാ. ചുമ്മാ ഒരു രസത്തിൽ ഒരു വൈബില് അങ്ങനെ കണ്ടിരിക്കാം. അപ്പൊ നേരെ ഈ മായാ ലോകത്തിലേക്ക് പോവല്ലേ. സോ അഗെയിൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തില് ഒരു കാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കഥയുടെ നായകനായിട്ടുള്ള ഒരു രാജകുമാരനെയും അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള സ്വാമിയും കാണിക്കുകയാണ്. അപ്പൊ കുമാരൻ ഒരു കാര്യം പറയുന്നുണ്ട്, ഈ നാട്ടിൽ ഇത്രയധികം വീരന്മാരുണ്ടായിട്ടും ഒരുത്തന് പോലും ആ ഒരു പന്നിയെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലെ. ഇന്ന് ഞാൻ ആ ഒരു ചരിത്രം മാറ്റിക്കുറിക്കാൻ വേണ്ടി പോവാണ്. ആ സമയത്ത് സ്വാമി പറയുന്നുണ്ട്, എന്റെ പൊന്നുകുമാര, എല്ലാവരും പറയുന്നത് പോലെ ഇത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അതൊരു സാധാരണ പന്നിയല്ല, അതിനെന്തൊക്കെയോ മാന്ത്രിക ശക്തി ഉണ്ട് എന്നാ പറയുന്നത്. എന്തോ ആയിക്കോട്ടെ, ഇന്ന് ഞാൻ അതിനെ കീഴ്പ്പെടുന്നു പറഞ്ഞിട്ട് കുമാരനും സ്വാമിയും കൂടെ ഇപ്പൊ ആ ഒരു കാട്ടിലേക്ക് പോവാണ്. അങ്ങനെ കാടിന്റെ ഒരു ഭാഗത്ത് വെച്ച് ആ ഒരു പന്നിയെ കാണുന്നുണ്ട്. അതിനെ കണ്ടപാടിനെ ചെറുതായിട്ടൊന്ന് ഞെട്ടിയിട്ട് കുമാരൻ ചോദിക്കുന്നുണ്ട്, ഇതാണോ ആ ഒരു പന്നിന്ന്? സ്വാമി പറയാണ്, ഞാൻ എന്തായാലും ഒന്ന് ടെലസ്കോപ്പിലൂടെ നോക്കി നോക്കട്ടെ. അങ്ങനെ നോക്കുമ്പോഴല്ലേ പന്നിയെ കാണിക്കുന്നത് ഒരാനയല്ല, 3 ആനയുടെ വലുപ്പമുള്ള ഒരു പന്നി. ആദ്യം കണ്ടപാട് കുമാരൻ ഒന്ന് ഞെട്ടിയെങ്കിലും ഇന്ന് നീയോ ഞാനോ ആരെങ്കിലും ഒരാളെ ഈ കാട് വിട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് നേരെ ചെന്ന് ഒരൊറ്റ ഇടി കൊടുക്കണം. ആ ഇടിയിൽ തന്നെ കുമാരൻ തെറിച്ചു പോവാണ്, റബ്ബർ പന്ത് തെറിക്കുന്ന പോലെ. പിന്നെ വാളെടുത്ത് കുത്താൻ നോക്കുന്നുണ്ട്, കുത്ത് പോയിട്ട് ആ ദേഹത്ത് ഒരു സ്ക്രാച്ച് പോലും വീഴുന്നില്ല. അങ്ങനെ പല വഴി നമ്മുടെ കുമാരൻ നോക്കുന്നുണ്ട് കേട്ടോ. അവസാനം വലിയൊരു മരം കൊണ്ടുവന്ന് ഇതിന്റെ വയറ്റിന്റെ അടിയിലേക്ക് കുത്തിത്തിരികെ അത് വെച്ച് പൊന്തിക്കാൻ നോക്കുമ്പോൾ മരം പൊട്ടുകയല്ലാതെ വേറൊന്നും സംഭവിക്കുന്നില്ല. ആഹാ, ഇപ്പൊ കാണിച്ചു തരാം, നിന്റെ തലയിൽ കയറി നിന്റെ തല തന്നെ ഞാൻ അടിച്ചു പൊളിക്കുന്നു പറഞ്ഞിട്ട് അതിന്റെ മേത്തേക്ക് ഇപ്പോ കുമാരൻ കയറുകയാണ്. ഇതേ നേരം തന്നെ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ സ്വാമിയാണെങ്കിൽ ഒരു മുട്ടയും കഴിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. കുമാര, നീ ഒറ്റയ്ക്ക് ചെയ്യണ്ട, ഞാൻ കൂടെ വരാന്ന് പറഞ്ഞിട്ട് ഇയാളുടെ കയ്യിൽ ഒരു ബേഗ് ഉണ്ടായിരുന്നു. ആ ബേഗം വെച്ച് പന്നിയുടെ മൂക്കിനിട്ട് ഒരൊറ്റ അടിയാണ്. ബേഗ് തെറിച്ച് മൂക്കിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അതെടുക്കാനായിട്ട് ഒരു കമ്പ് എടുക്കാൻ നേരെ കാട്ടിലേക്ക് പോയി കമ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് അതിന്റെ മൂക്കിൽ നിന്നും ഒരു ബേഗ് തോണ്ടി എടുക്കുകയാണ്. മൂക്ക് കൈയിട്ട് ആർക്കാ തുമ്മല് വരാത്തത്? പാവം നമ്മുടെ ഈ ഒരു പന്നിക്കും തുമ്മല് വന്നു. നല്ല ഉറക്കത്തിലായിരുന്നു ഈ പന്നിക്കുട്ടൻ. ഒരൊറ്റ തുമ്മൽ ഒരൊറ്റ എഴുന്നേൽക്കനാണ്. തൊട്ട് മുന്നിൽ കാണുന്നത് സ്വാമിയാണ്. ദേഷ്യം കൊണ്ട് സ്വാമിക്കിട്ടൊരു കുത്തു കൊടുക്കാൻ പോകുമ്പോൾ പന്നിയുടെ മുന്നിലേക്ക് നമ്മുടെ കുമാരൻ ചാടി എന്നിട്ട് പറയാണ്, എന്നെ തൊട്ടിട്ട് എന്റെ കൂട്ടുകാരനെ തൊടാൻ പറ്റുള്ളൂ. ഇതും പറഞ്ഞ് അതിന്റെ മൂക്കിന് പിടിച്ചങ്ങനെ നിൽക്കുകയാണ്. ബാഹുബലിയിൽ നമ്മുടെ പൽവാൾ ദേവൻ പിടിച്ചു വെച്ചില്ല, അതുപോലെ. എന്നാൽ അതുപോലെ ഇവിടെ ഹീറോയ്ക്ക് ആകാൻ പറ്റിയില്ല. പന്നി എന്താക്കി, ഒരൊറ്റ കൊടയിലാണ്. കുമാരൻ തെറിച്ചു പോവാണ്. കാടിന്റെ മുകളിലൂടെ തെറിച്ചു പോയി നേരെ പന്നിയുടെ മുകളിൽ വന്നിരിക്കുകയാണ്. അപ്പോഴാണ് വേറൊരു കാര്യം കാണിക്കുന്നത്. ഇതൊരു സാധാരണ പന്നിയല്ല, പറക്കുന്ന പന്നിയാണ്. അതിന്റെ ചിറക് അങ്ങോട്ട് വിടർത്തുകയാണ്. അധികം വൈകാതെ ഇത് പറക്കും. അപ്പൊ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് സ്വാമി കയ്യിലുണ്ടായിരുന്ന ഒരു വലിയ കയറിന്റെ കെട്ട് കുമാരൻ എറിഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴേക്കും പന്നി പറന്ന് ഉയർന്നു പോയിട്ടുണ്ടായിരുന്നു. കുമാരൻ എന്ത് ചെയ്തു, കയ്യിലുണ്ടായിരുന്ന ആ ഒരു കയറുണ്ടല്ലോ, ആ പന്നിയുടെ 2 ചെറുകിലേക്കും കുടുക്കിയിട്ട് അത് വലിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിന് പറക്കാൻ പറ്റിയില്ല. നേരെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്രാമത്തിലേക്ക് വന്ന് ഇടിച്ചിറങ്ങി വീഴുകയാണ്. സ്പോട്ടിൽ തന്നെ പന്നിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടോ. ഇത് ആദ്യം കണ്ടപ്പോൾ നാട്ടുകാരൊന്ന് പേടിച്ചെങ്കിലും പിന്നീട് എല്ലാവരും നമ്മുടെ കുമാരനെ നോക്കിയിട്ട് പുകഴ്ത്തി പാട്ട് പാടാൻ തുടങ്ങുകയാണ്. കാരണം എന്താണെന്നറിയോ, കുറച്ചധികം നാളുകളായിട്ട് ഈ ഏരിയയിലുള്ളവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരാളായിരുന്നു ഈ പന്നി. എന്തായാലും ഇവിടെയാണ് പടത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു റഷ്യൻ മൂവിയാണ്, അതുകൊണ്ട് ഇത് പറയലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തായാലും ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കുമാരനും സ്വാമിയും കൂടെ ആ നാട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു സ്വീറ്റ് ഉണ്ടാക്കി എല്ലാവർക്കും അത് കൊടുക്കുകയാണ്. കുട്ടികൾക്കൊക്കെ നമ്മുടെ കുമാരനെ ഭയങ്കര ഇഷ്ടമായി. അതിനേക്കാൾ ഉപരി അവിടെ ഉണ്ടായിരുന്ന കുമാരിമാര് എല്ലാവരും ഭയങ്കര പ്രണയത്തോട് കൂടിയിട്ട് കുമാരനെ നോക്കുമ്പോൾ നമ്മുടെ സ്വാമി പറയാണ്, കുമാര, അതിലേതെങ്കിലും ഒരെണ്ണത്തിനെ വളച്ചെടുത്ത് നീ ഇവിടെ വെച്ച് കല്യാണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഭക്ഷണത്തിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ കുമാരൻ പറയണം, സ്വാമി നീ എന്താ ഈ പറയുന്നത്? ഞാനൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവൾക്ക് അത്രയും ക്വാളിറ്റി വേണം, അല്ലാതെ ചുമ്മാ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ സ്വാമിയെ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക്, ഞാൻ എന്റെ പണി നോക്കാന്ന് പറയണം. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മാർക്കറ്റിലേക്ക് ഒരു മന്ത്രവാദിനി വരികയാണ്. അവളുടെ കൈയെല്ലാം കണ്ടാൽ ഒരു വയസ്സായ സ്ത്രീയുടെ കൈ പോലെ ഉണ്ട്. എന്നാൽ ഒരു ആപ്പിൾ കഴിച്ചപ്പോൾ നല്ല യുവത്വത്തിലേക്ക് അവൾ വരികയാണ്. പിന്നീട് അതിനുശേഷം ഈ മന്ത്രവാദി കുമാരന്റെ അടുത്തേക്ക് വരികയാണ്. ചുമ്മാ വരികയല്ല, കുമാരൻ ഈ ചെയ്ത കാര്യമുണ്ടല്ലോ ഇതൊക്കെ വളരെ സിമ്പിൾ ആണ് എന്നും പറഞ്ഞ് അവനെ കളിയാക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ കുമാരൻ പറയാണ്, നീ എന്തറിഞ്ഞിട്ടേ ഈ പറയുന്നത്? ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? അവിടെയുള്ള മെയിൻ രാക്ഷസനെ, അതുപോലെ കാട്ടിലെ വേറെ രാക്ഷസന്മാരെ, അങ്ങനെ ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതെല്ലാം കേൾക്കുമ്പോഴും ഈ ഒരു മന്ത്രവാദി കിടന്ന് ചിരിക്കുകയാണ്. നിന്നെ കൊണ്ട് ഇതിനൊക്കെ പറ്റുള്ളൂ. ദാ ഈ നാട്ടിൽ തന്നെ അങ്ങ് ദൂരെയായിട്ടൊരു കോട്ടയുണ്ട്, അതിനുള്ളിൽ ഒരു രാക്ഷസനുണ്ട്, അവന്റെ രോമത്തിൽ തൊടാൻ പറ്റൂടാ നിനക്ക്. ഇതുപോലെ മന്ത്രവാദി കുമാരനെ പുച്ഛിക്കുന്നത് കണ്ടപ്പോ സ്വാമി പറയാണ്, ഓ നീ വലിയ ആള്, മാന്ത്രിക വെള്ളം അല്ലെങ്കിൽ ആപ്പിളോ കുടിച്ചാൽ മാത്രം യുവത്വം നിലനിർത്താൻ പറ്റുന്ന
നീയാണോ എന്റെ കുമാരനെ കളിയാക്കുന്നതെന്ന് ചോദിച്ചപ്പോ മന്ത്രവാദിക്ക് ദേഷ്യം വരികയാണ്. അവൾ എന്തോ ഒരു മന്ത്രം നമ്മുടെ സ്വാമിയുടെ ദേഹത്തേക്ക് അങ്ങ് കൊടുക്കുകയാണ്. അപ്പൊ സ്വാമിയുടെ തലയിൽ ഉണ്ടായിരുന്ന ആ ഒരു തൊപ്പിക്ക് ജീവൻ വന്ന് അത് തലക്കിട്ട് കടിക്കാൻ തുടങ്ങുകയാണ്. വേഗം തന്നെ കുമാരൻ അത് പിടിച്ചു വലിച്ച് ഒരു ഒറ്റ ഏറ് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് രണ്ടുപേരും അവർക്ക് താമസിക്കാൻ കൊടുത്ത ആ ഒരു സ്ഥലത്തേക്ക് പോവാണ്. ഇപ്പൊ നമ്മുടെ കുമാരന് ഈഗോ ചെറുതായിട്ടൊന്ന് ഹേർട്ടായി. സ്വാമി, നമ്മൾ പല നാട്ടിൽ പോയിട്ട് പല ആൾക്കാരെയും കൊന്നിട്ടുണ്ട്, പക്ഷെ ഈ മന്ത്രവാദി പറയുന്ന ഈ രാക്ഷസന് അതിന് മാത്രം വലിയ ആളാണോ? ഈ സമയം സ്വാമി ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പറഞ്ഞതുപോലെ തന്നെ ആ രാക്ഷസൻ വലിയൊരു സംഭവം തന്നെയാണ്. കാരണം വലിയൊരു ധീരൻ, ഒരു പോരാളിയാണ്. അതിനെ കൊല്ലാനായിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ആ കോട്ടയിലേക്ക് പോയി. എന്നാൽ ആ രാക്ഷസനെ കൊല്ലല് മാത്രമായിരുന്നില്ല അവന്റെ ഉദ്ദേശം, ആ കോട്ടയിലെ നിധി കൂടിയായിരുന്നു. എന്തായാലും കോട്ടയിലേക്ക് പോയ സമയത്ത് അതീവ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി അവൻ കണ്ടു. ഒരല്പനേരം അവന്റെ ശ്രദ്ധ മാറിയപ്പോഴേക്കും അവന്റെ പിന്നാലെ വന്ന ഒരു വിഷപ്പാമ്പ് അവനെ കുത്തി കൊന്നുകളയും. അതുകൊണ്ട് കുമാരൻ, ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് കേൾക്കണം. അതിനുള്ളിൽ ഒരുപാട് ചതിയുണ്ട്. നമുക്ക് നേരിട്ട് പോരാടി ജയിക്കാൻ കഴിയില്ല, അതാണ് പ്രശ്നം. എന്നാൽ കുമാരൻ പറയാണ്, എന്ത് തന്നെ ആയാലും ഞാൻ ആ രാക്ഷസനെ കൊല്ലാതെ ഇനി എങ്ങോട്ടും ഇല്ല എന്ന് പറയണം. അങ്ങനെ സ്വാമിയും കൂട്ടി നേരെ ആ ഒരു കോട്ടയിലേക്ക് പോവാണ്. സമയം ഇപ്പൊ അർദ്ധരാത്രി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ കോട്ടയുടെ താഴ്വാരത്തിലായിട്ട് വേറെയും ഒരു 4-5 പോരാളികൾ വന്നിട്ടുണ്ട്. കാരണം ആ രാക്ഷസനെ കൊന്ന് ഇവിടുത്തെ നിധി അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. എന്നാൽ ഇത് കണ്ട സമയത്ത് കുമാരൻ പറയാണ്, സ്വാമി ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ ആകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഈ കോട്ടയിലേക്ക് പോകും. ഇവന്മാര് കൂടെ വന്നാൽ എന്റെ പ്ലാനൊക്കെ ആകെ തകർന്നു പോകും. ഇവന്മാർ അലമ്പാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവരുടെ ശ്രദ്ധ നീ തിരിക്കണം. ഞാൻ രാവിലെ പോവാന്ന് പറഞ്ഞിട്ട് അവരുടെ ആ ഒരു പദ്ധതി അനുസരിച്ച് കുമാരൻ രാവിലെ ഒറ്റയ്ക്ക് ആ ഒരു കോട്ടയിലേക്ക് പോവാണ്. കോട്ടയുടെ ഉള്ളിലേക്ക് വന്നപാട് തന്നെ മധുരമാർന്ന ഒരു സംഗീതം കേൾക്കുന്നുണ്ട്. ഏതൊരു പുരുഷനായാലും ആ സംഗീതം കേട്ട് ഒന്ന് മയങ്ങിപ്പോവും. ആ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ കഥകളിൽ സ്വാമി പറഞ്ഞതുപോലെ തന്നെ അതീവ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി. സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ ആ സൗന്ദര്യം കണ്ട് അപ്പൊ തന്നെ മയങ്ങി വീഴും. എന്നാൽ കുമാരൻ ആ പെണ്ണിനൊന്നും മൈൻഡ് പോലും ആകുന്നില്ല. എന്നിട്ട് അവളോട് പറയാണ്, ഇവിടെ നിന്ന് ആ ഒരു ഭീകരജീവിയെ കൊന്ന് ഞാൻ നിന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്തുന്നു. നമുക്ക് കാണാമെന്നും ആ ഒരു പെൺകുട്ടി പറയാണ്. അപ്പൊ തന്നെ കഥകളിൽ പറഞ്ഞ ആ ഒരു വിഷപ്പാമ്പ് വന്നിട്ട് കുമാരൻ ആക്രമിക്കാൻ നോക്കുകയാണ്. എന്നാൽ കുമാരൻ വെറുതെ വിടുവോ? കയ്യിൽ നല്ല പടച്ചട്ടിയുണ്ട്, നല്ല ഗതയുണ്ട്. ഇത് വെച്ച് പാമ്പിനിട്ട് നല്ല മേട്ടം കൊടുക്കുകയാണ്. പാമ്പ് എങ്ങോട്ടല്ലോ ഓടിപ്പോയി കേട്ടോ. എന്നാൽ പിന്നീടാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്, അതൊരു പാമ്പല്ല, അത് ആ ജീവിയുടെ വാലാണ്. ആ ജീവി ഇപ്പൊ കുമാരന്റെ മുന്നിലേക്ക് വരുന്നുണ്ട്. കാണുമ്പോൾ തന്നെ പേടിയാവുന്ന ഒരു വിചിത്ര ജീവി. ഇത്രയും കാലം ഈ കോട്ടയെ അടക്കി വാണ എല്ലാവരെയും ഭയപ്പെടുത്തിയ ആ ഒരു ജീവി നീയാണല്ലേ, ഇന്നത്തോടെ നിന്റെ കഥ തീർന്നടാന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ആ ഒരു ഫൈറ്റ് തുടങ്ങുകയാണ്. ആ ജീവിയോടും അതുപോലെ തന്നെ അതിന്റെ ആ ഒരു വാലും രണ്ടും കൂടെ ഒരുമിച്ച് കുമാരനെ ആക്രമിക്കുകയാണ്. എന്നാൽ ഒരു ഘട്ടത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് കുമാരൻ ആ ഒരു ജീവിയെ കീഴ്പ്പെടുത്തുകയാണ്. എന്നിട്ട് അതിനെ കൊല്ലാൻ നോക്കുമ്പോൾ ഈ ജീവിയുടെ വാൽഭാഗം അതൊരു പാമ്പിനെ പോലെയാണല്ലോ, ആ ഭാഗത്ത് നിന്നും എന്തോ വിഷം വന്നിട്ട് കുമാരന്റെ മുഖത്ത് പറ്റിയാണ്. അത് തുപ്പിയതാണ്. അതോടുകൂടിയിട്ട് കുമാരനൊന്നും കാണാൻ കഴിയുന്നില്ല. കയ്യിലെ ആ ഒരു പടച്ചട്ടിയും അതുപോലെ തന്നെ ആയുധവും താഴെ വീണുപോണ്. ഈ ഗ്യാപ്പിന് ആ ജീവി അവിടുന്ന് രക്ഷപ്പെട്ടു. ഒന്നും കാണാത്തത് കൊണ്ട് തന്നെ ആ ജീവി പല ഭാഗത്തുനിന്ന് വന്ന് അറ്റാക്ക് ചെയ്യുമെന്ന് കരുതിയിട്ട് കുമാരൻ കയ്യിലുണ്ടായിരുന്ന ഗത ഉപയോഗിച്ച് ആ കോട്ടയുടെ പല ഭാഗവും മടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ കോട്ട ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പല ഭാഗങ്ങളും തകർന്ന് വീഴാൻ തുടങ്ങി. ഈ കാര്യം മലയുടെ താഴ്വാരത്തിൽ നിന്നുകൊണ്ട് സ്വാമിയും ബാക്കിയുള്ള പോരാളികളും കാണുന്നുണ്ട്. ഇവര് വേഗം ഓടിച്ചെന്ന് നോക്കുമ്പോൾ അതിനുള്ളിൽ ആ ഒരു മൃഗത്തെ കാണാനില്ല. പല ഭാഗത്തും തകർന്ന് വീണ് എടുക്കുകയാണ്. ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് ആ ജീവി ചത്ത് കിടക്കുന്നുണ്ടാവും എന്ന് ഇവരിങ്ങനെ വിചാരിക്കുകയാണ്. അതേ നേരം തന്നെ ഒരു കല്ല് മാറ്റിക്കൊണ്ട് നമ്മുടെ കുമാരൻ എഴുന്നേറ്റ് വരികയാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുമാരൻ ഇപ്പൊ കണ്ണ് കാണുന്നില്ല. ആ ജീവി കുമാരന്റെ കണ്ണിലേക്ക് വിഷം തുപ്പിയില്ലേ, അതോടുകൂടിയിട്ട് കുമാരന്റെ കാഴ്ച ഇല്ലാതായിട്ടുണ്ട്. ഇത്ര വലിയൊരു കാര്യം നടത്തിയെങ്കിലും കുമാരന് അതിന്റെ പേരിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ല. സ്വാമി ആകെ വിഷമത്തിലാവുകയാണ്. ഒരുപാട് പോരാട്ടം നടത്തിയ പാവം നമ്മുടെ കുമാരന് ഇനി കണ്ണ് കാണാൻ കഴിയില്ലല്ലോ. ഇതേ നേരം തന്നെ നമ്മൾ നേരത്തെ കണ്ട ഒരു മന്ത്രവാദി ഉണ്ടല്ലോ, അവൾ കുറെ പുഴുവും പഴയ ചീഞ്ഞളിഞ്ഞ കുറെ വസ്തുക്കളെല്ലാം എടുത്തുകൊണ്ട് എന്തൊക്കെയോ ഒരു മാന്ത്രിക മരുന്ന് ഉണ്ടാക്കുകയാണ്. ആ മരുന്നിന്റെ സ്മെല്ല് കാരണം അവിടെ ഉണ്ടായിരുന്ന ഒരു മരം വീട്. ഈ മരം വീട് പല റഷ്യൻ മൂവികളിലും കണ്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് അവിടുത്തെ പഴയ കഥകളിലെ ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാ തോന്നുന്നു. എന്തായാലും ആ ഒരു മരത്തിന്റെ വീട്, അതിന് കാലൊക്കെ ഉണ്ട് കേട്ടാ. ഇതിന് ഈ മരുന്നിന്റെ സ്മെല്ല് കൊണ്ട് സഹിക്കാൻ പറ്റാണ്ട് അതിന്റെ ഡോറും ചാരി അതങ്ങനെ ഇരിക്കുകയാണ്. ഈ നേരത്ത് അങ്ങോട്ടേക്ക് സ്വാമി വന്നിട്ട് ഈ മന്ത്രവാദിയോട് സഹായം ചോദിക്കുകയാണ്. എന്നാൽ മന്ത്രവാദിയുടെ മുഖം കണ്ട് സ്വാമി ആകെ ഞെട്ടിപ്പോയി. ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മരുന്നുണ്ടല്ലോ, എന്തോ ഒരു ഫേസ് മാസ്കാ തോന്നുന്നു. അത് അവളുടെ മുഖത്ത് തേച്ച് സൗന്ദര്യം നിലനിർത്തലാണ് അവളുടെ പ്രധാന പരിപാടി കേട്ടോ. എന്തായാലും അത് കണ്ട് സ്വാമി ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്തായാലും പിന്നീട് മന്ത്രവാദി എന്താ കാര്യം ചോദിക്കുമ്പോൾ അത് പിന്നെ നീ പറഞ്ഞ് ആ ഭീകരജീവിയെ കൊല്ലാനായിട്ട് എന്റെ സുഹൃത്ത് അങ്ങോട്ടേക്ക് പോയി, അതിനവൻ കൊല്ലുകയും ചെയ്തു. പക്ഷെ അവന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അവന്റെ കാഴ്ച നീ തിരിച്ചു കൊടുക്കണമെന്ന് പറയാണ്. ഇപ്പൊ ഈ ഒരു മന്ത്രവാദി കളിയാക്കാണ്. അന്ന് മാർക്കറ്റിൽ വെച്ച് എന്താ പറഞ്ഞത്, വലിയ വീമ്പ് പറഞ്ഞായിരുന്നല്ലോ, നീ തന്നെ പോയിട്ട് അവന്റെ കണ്ണ് ശരിയാക്കി കൊടുക്കുന്ന പറയണം. ദേഷ്യം വന്ന സ്വാമി മന്ത്രവാദി എന്തൊക്കെയോ 2-3 ചീത്ത വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ മന്ത്രവാദി വീണ്ടും അവളുടെ ആ ഒരു മന്ത്രം ഉപയോഗിക്കുകയാണ്. ഇത്തവണ അവന്റെ ഷൂസിലാണ് മന്ത്രം കൊടുത്തത്. ഷൂസിന് ജീവൻ വന്നു. അതിന്റെ ആ ഒരു പല്ലുകൊണ്ട് നമ്മുടെ സ്വാമിയുടെ കാലിനിട്ട് കടിക്കാൻ തുടങ്ങുകയാണ്. ഒരു വിധത്തിൽ സ്വാമി അവിടെ ഓടി രക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ കുമാരന്റെ കാര്യം ഓരോ ദിവസം കഴിയും തോറും ഭയങ്കര കഷ്ടമായിട്ട് വരികയാണ്. മുൻപേ ഒരുപാട് ബഹുമാനം കൊടുത്ത ആൾക്കാരൊന്നും അവന് യാതൊരു റെസ്പെക്റ്റും ഇപ്പോൾ കൊടുക്കുന്നില്ല. നാട്ടുകാരെ അവരുടെ തനി കുണം കാണിക്കാൻ കേട്ടോ. കണ്ണ് കാണാതെ ആ മാർക്കറ്റിലൂടെയൊക്കെ നടക്കുന്ന സമയത്ത് ചില ആൾക്കാരൊക്കെ അവനെ വടിവെച്ച് വീഴ്ത്തും.
പരിഹസിക്കും, അപമാനിക്കും. ഭയങ്കരമായിട്ട് ഇപ്പൊ കുമാരൻ ഈ ഒരു കാര്യത്തിൽ വിഷമാകുവാണ്. ഭക്ഷണം കഴിക്കാൻ പോലും ഒരു നിവൃത്തി ഇല്ലാതാവുകയാണ്. കാശുമില്ല, ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞുപോയി. എന്തെങ്കിലും ജോലിക്ക് പോകാൻ കഴിയോ? കണ്ണ് കാണാതെ എന്ത് ചെയ്യാൻ പറ്റുക? ഈ സമയത്ത് സ്വാമി വന്ന് കുമാരനോട് ചോദിക്കുകയാണ്, ഞാൻ എന്തെങ്കിലും സഹായം നിനക്ക് തരണം. എന്നാൽ കുമാരൻ അതൊന്നും ഇഷ്ടമില്ലായിരുന്നു. സ്വാമിയോട് പറയാണ്, ഇനി എന്റെ അസിസ്റ്റന്റ് ആയിട്ട് നീ ഇരിക്കണ്ട, നീ പൊയ്ക്കോന്ന് പറഞ്ഞിട്ട് സ്വാമിയും പറഞ്ഞയക്കാണ്. അതിനുശേഷം വീണ്ടും ഒരുപാട് കഷ്ടപ്പെടുകയാണ് കുമാരൻ. കുടിക്കാൻ വെള്ളം ഇല്ലാതെ പോലും ആവുകയാണ്. ഒരു ദിവസം മഴ പെയ്തപ്പോൾ ആ ഒരു വെള്ളം എല്ലാം കഷ്ടപ്പെട്ടെടുത്ത് കുടിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു തെരുവിലൂടെ നടക്കുമ്പോൾ തെന്നി അടിച്ച് അവിടെ ഉണ്ടായിരുന്ന കുപ്പയിലേക്ക് വീഴുന്നുണ്ട്. അവിടെ പഴയ പച്ചക്കറിയും പഴങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിച്ച് കുമാരനെപ്പോ അദ്ദേഹത്തിന്റെ വിശപ്പ് മാറ്റുന്നുണ്ട്. എന്നാൽ കുമാരൻ പോലും അറിയാതെ കുമാരനെ മറ്റൊരാൾ പ്രണയിക്കുന്നുണ്ട്, ആ ഒരു മന്ത്രവാദി തന്നെ. കുമാരന്റെ ഈ അവസ്ഥ കണ്ട് മന്ത്രവാദിക്ക് ഒരുപാട് വിഷമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രവാദി കുമാരനെ കഴിക്കാൻ ആവശ്യമായിട്ടുള്ള പഴങ്ങൾ ഒരു കൊട്ടയിൽ അവൻ അറിയാതെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുമാരന് അത് ഫീൽ ആവുന്നുണ്ട് കേട്ടോ. ഈ സമയത്താണ് പെട്ടെന്ന് ആ നാട്ടിലേക്ക് ഒരു കൂട്ടം കടൽ കൊള്ളക്കാർ വരുന്നത്. അവിടെയുള്ള ആൾക്കാരെയൊക്കെ അടിച്ച് കൊല്ലുകയാണ്, സ്ത്രീകളെയൊക്കെ ഉപദ്രവിക്കുന്നുണ്ട്, അവരുടെ സ്വത്തെല്ലാം എടുത്തുകൊണ്ടുപോവാണ്. ഈ സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ കുമാരൻ ചാടി എഴുന്നേൽക്കാണ്. കണ്ണ് കാണുന്നില്ലെങ്കിലും അടുത്തേക്ക് വന്ന ഒരു 10-15 എണ്ണത്തിനെ അവനെ അടിച്ചിടുകയാണ്. എന്നാലും പിന്നിൽ നിന്നും കിട്ടിയ ഒരു അടിയിൽ കുമാരൻ വീണു പോകുന്നുണ്ട്. അവന്റെ ബോധം തന്നെ നഷ്ടമായി പോവാണ്. പിന്നീട് കാണിക്കുന്നത് ഈ ഗ്രാമത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ എല്ലാ ആൾക്കാരെയും ഒരു കപ്പലിലിട്ട് ആ കപ്പൽ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുമാരനെ ഒരു പ്രത്യേക ലോക്കിൽ അവർ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അതേ കപ്പലിൽ തന്നെ നമ്മുടെ മന്ത്രവാദിയുണ്ട്. 3 ദിവസമായിട്ട് കുമാരന് ബോധം വന്നിട്ടില്ല. ഇപ്പൊ മന്ത്രവാദി ഒരു ഇച്ചിരി വെള്ളം എടുത്ത് അവന്റെ മുഖത്തേക്ക് തെളിക്കുകയാണ്. എന്തെന്നറിയാതെ കുമാരൻ ഇത് എവിടെയാ, ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ആർക്കാരെയും ഒരു കപ്പലിലാണ്, ഭക്ഷണമൊന്നും കിട്ടിയിട്ടില്ല, കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇതേപോലെ തന്നെയാണ്. പെട്ടെന്ന് കുമാരന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള മറ്റേ സ്വാമി ഉണ്ടല്ലോ, അവൻ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ്. ഇതെല്ലാം കണ്ട മന്ത്രവാദി ആകെ ഞെട്ടിപ്പോയി. ഞങ്ങളെല്ലാവരും ഇവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്, നീ എങ്ങനെ ഇത്ര ഫ്രീ ആയിട്ട് അവരുടെ കൂടെ നടക്കുന്നത്? ഇപ്പൊ സ്വാമി പറയണേ, ഞാനൊരു നുണ പറഞ്ഞ് നൈസായിട്ട് അവരുടെ കൂടെ കൂടിയതാ. നിങ്ങൾക്ക് രണ്ടുപേർക്കും വിശക്കുന്നുണ്ടല്ലേ, കഴിക്കാൻ എന്തെങ്കിലും 2 പഴം കൊണ്ടുവന്നിട്ടുണ്ട്, അത് കഴിച്ചെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് അത് കൊടുക്കുകയാണ്. എന്നാൽ ആദ്യമായിട്ടാണ് കുമാരന് നേന്ത്രപ്പഴം കിട്ടുന്നത്. അതുകൊണ്ട് എങ്ങനെ കഴിക്കണമെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ആ തൊലിയോടങ്ങനെ കഴിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ സ്വാമി പറഞ്ഞു, ആ ഒരു മഞ്ഞ കളറില്ലേ അത് പൊളിച്ച് കളഞ്ഞേക്ക്, എന്നിട്ട് കഴിക്കുന്നു പറയാണ്. ഇത് കേട്ടപ്പോൾ നമ്മുടെ മന്ത്രവാദി എന്താക്കി, ആ തൊലി പൊളിക്കുകയാണ്. എന്നിട്ട് ഉള്ളിൽ ആ ഒരു പഴം പറിച്ചു കളഞ്ഞ് തൊലി തിന്നുകയാണ്. ഇത് കണ്ടപ്പോൾ നമ്മുടെ സ്വാമി പറയണത്, നിനക്ക് ഈ മന്ത്രവാദം മാത്രമേ അറിയുള്ളൂ അല്ലേ, ബുദ്ധി ഇല്ല അല്ലേ. ഇതേ നേരം തന്നെ ഈ കൊള്ളക്കാരുടെ അരിയിൽ നിന്നും അടിച്ചു മാറ്റി ഒരു പഴയ വിളക്ക് നമ്മുടെ സ്വാമിയുടെ കയ്യിലുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ മന്ത്രവാദി അതെന്താന്ന് ചോദിച്ചപ്പോൾ, ഒരു പഴയ വിളക്ക, നല്ല വില കിട്ടും, എങ്ങാനും രക്ഷപ്പെട്ടു പോവാണെങ്കിൽ വിറ്റ് കാശാകാലോ, എന്തായാലും ഇതിൽ കുറച്ച് അഴുക്കുണ്ട്, ഒന്ന് തുടച്ചാൽ വൃത്തിയാവും എന്ന് പറഞ്ഞിട്ട് ആ ഒരു വിളക്കിൽ തുടക്കുകയാണ്. തുടച്ച വാട് തന്നെ വിളക്കിനുള്ളിലെ ഒരു ഭൂതം പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. ഒരു ഭീകരരൂപി വന്ന വാട് തന്നെ എല്ലാവരെയും അവൻ ഉപദ്രവിക്കാൻ നോക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ കുമാരന് അവിടെ വെച്ചൊരു ആയുധം കിട്ടുന്നുണ്ട്. ആ ആയുധം ഉപയോഗിച്ച് ഈ ഒരു ഭൂതത്തെ ആക്രമിക്കാൻ നോക്കുകയാണ്. എന്നാൽ കണ്ണ് കാണാത്ത കുമാരൻ എങ്ങോട്ടേക്കോ വെട്ടുകയാണ്. അപ്പൊ മന്ത്രവാദി അത് പറഞ്ഞപ്പോ കുമാരൻ പറയണ, ഞാൻ അബദ്ധവശാൽ വെട്ടിയതൊന്നുമല്ല, ആ മരക്കഷ്ണത്തില് ഞാനൊന്ന് പരീക്ഷ നോക്കിയതാ ഈ ആയുധത്തിന് മൂർച്ചയുണ്ടോന്ന്. നിന്റെ പിന്നിലാണ് ഭൂതം, അങ്ങോട്ടേക്ക് പോയി വെട്ടറാന്ന് പറഞ്ഞപ്പോ നേരെ ഭൂതത്തിന്റെ അടുത്തേക്ക് കുമാരൻ ചെല്ലുകയാണ്. ഭൂതത്തിന്റെ ഒരൊറ്റ കിക്ക് കുമാരൻ തെറിച്ചു പോയി വീഴുകയാണ്. എന്നിട്ട് അവിടെയുള്ള ആൾക്കാരെ ഈ ഒരു ഭൂതം ഉപദ്രവിക്കാൻ നോക്കുമ്പോൾ അതേ നേരം തന്നെ പേടിച്ച് കുറച്ചുകൊണ്ട് ഒരു മൂലയ്ക്കിൽ നമ്മുടെ സ്വാമി അങ്ങനെ ഇരിക്കുന്നുണ്ട്. സ്വാമിയുടെ അടുത്തേക്ക് ഈ ഒരു ഭൂതം വന്നപ്പോൾ എങ്ങനെയൊക്കെയോ സ്വാമി പറയണേ, എന്റെ അടുത്തേക്ക് വരല്ലേ, വന്നോടത്തേക്ക് തന്നെ നീ തിരിച്ചു പോകുന്നു. അത് പറഞ്ഞ പാട് ആ വിളക്കിനുള്ളിലേക്ക് തന്നെ ഭൂതം തിരിച്ചു പോകണം. ഇത് കണ്ടപ്പോ സ്വാമി ആകെ ഞെട്ടി, എനിക്കെന്താ മാന്ത്രിക ശക്തി ഉണ്ടാ? അത് കേട്ടപ്പോ മന്ത്രവാദി പറയാണ്, നിനക്ക് മാന്ത്രിക ശക്തിയില്ല, ഒരു തേങ്ങയില്ല, നീ ആ ഒരു വിളക്കിൽ തടവിയപ്പോൾ ഭൂതം പുറത്തു വന്നു, നീ തിരിച്ചു പോകാൻ പറഞ്ഞപ്പോൾ അത് തിരിച്ചുപോയി, അത്രേ ഉള്ളൂ. ആ വിളക്കിനാണ് മാന്ത്രിക ശക്തി. കഥകളിൽ പറയുന്നത് പോലെ വിളക്കിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഭൂതം അത്ര നല്ലവനല്ല, ഒരു പിശാചാണ്. എന്തോ ഭാഗ്യത്തിന് നീയെല്ലാം രക്ഷപ്പെട്ടു എന്ന് മന്ത്രവാദി പറയാണ്. എന്തായാലും താഴത്തെ ശബ്ദം കേട്ട് കൊള്ളക്കാരിൽ ഒരാൾ താഴേക്ക് വന്നു നോക്കുമ്പോൾ നമ്മുടെ സ്വാമിയെ കാണാണ്. ഈ പൂട്ടിയിട്ട ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ സ്വാമിയും ആ കൂട്ടത്തിൽ ഒരാളാണെന്ന് മനസ്സിലായി. അവനെയും കൊള്ളക്കാര് കൈയോട് പൊക്കി കഴുത്തിൽ ഒരു വാള് വെച്ച് അവന്റെ കയ്യിൽ നിന്നും ആ ഒരു വിളക്ക് മേടിക്കണം. മാത്രമല്ല കുമാരന്റെ കൈ ഒരു പലകയിൽ ബന്ധിപ്പിച്ചായിരുന്നല്ലോ, അത് പൊട്ടിച്ചത് കൊണ്ട് തന്നെ ഇനി അവൻ ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവന്റെ കൈയും കാലും കൂടെ ആ ഒരു മരത്തിൽ ലോക്ക് ചെയ്യാണ്. ഇതിനുശേഷം കൊള്ളക്കാരുടെ ആ ഒരു കപ്പൽ നേരെ പോകുന്നത് അറേബ്യൻ ഏരിയയിലേക്കാണ്. ഫുള്ള് മരുഭൂമിയായിട്ടുള്ള ഒരു പ്രദേശം. അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് ഇവരെ 3 പേരെയും, നമ്മുടെ സ്വാമി, മന്ത്രവാദി, കുമാരൻ 3 പേരെയും കെട്ടിയിട്ട് അടിമകളായിട്ട് ഇവര് വിൽക്കാൻ നിൽക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് ഒരാൾ വന്നിട്ട് ഇവര് 3 പേരെയും നോക്കുകയാണ്. ആ സമയത്ത് ഈ അടിമകളെ മേടിക്കാൻ വന്ന ആളുടെ അസിസ്റ്റന്റ് പറയാണ്, അശാനെ കണ്ടു ആ ഒരു പെണ്ണ്, അവളെ നമുക്ക് അങ്ങ് എടുത്താലോ, കാണാൻ നല്ല രസമുണ്ട് എന്ന് പറയാണ്. ഇത് കേട്ടപ്പോ അവന്റെ മുതലാളി പറയാണ്, അതിനെയാണോ, കണ്ടാലൊരു വയസ്സെത്തിയ പോലെ ഉണ്ട്, ഒരു സൗന്ദര്യബോധം ഇല്ലടാ നിനക്ക്. ഇത് കേട്ടപ്പോ നമ്മുടെ മന്ത്രവാദിക്ക് ദേഷ്യം വരികയാണ്. അവളുടെ കാല് വെച്ച് ഈ മുതലാളിയുടെ മർമ്മത്തിട്ട് ഒരേറ്റ ചവിട്ടിലാണ്. സ്വാഭാവികമായിട്ടും കിളിക്കൂട് തകർന്നു പോവാണ്. ഇതേ നേരം തന്നെ മുഖമെല്ലാം മറിച്ച ഒരു പ്രത്യേക ഗാംഭീര്യമുള്ള ഒരാൾ വന്നിട്ട്, ഞാൻ അവളെ മേടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പൈസ എറിഞ്ഞു കൊടുക്കുകയാണ്. ഇത് കണ്ടപ്പോ സ്വാമി പറയാണ്, ദയവ് ചെയ്ത് ഞങ്ങളെ കൂടെ മേടിക്കുക, നിങ്ങളുടെ വീട്ടിൽ എല്ലാ ജോലിയും ചെയ്യാം, അതുപോലെ തന്നെ എന്റെ അരികിലിരിക്കുന്ന എന്റെ ഈ കൂട്ടുകാരുണ്ടല്ലോ, കണ്ണ് കാണില്ല എന്നേ ഉള്ളൂ, പക്ഷെ മഹാവീരനാണ്. ഇത് കേട്ടപ്പോ ഇവര് 2 പേരെയും കൂടെ ഈ മഹാവീരൻ മേടിക്കുകയാണ്. പിന്നീട് ഇവര് 3 പേരെയും കൊണ്ട് ഈ മഹാവീരൻ അയാളുടെ നാട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ എത്തിയ പാടിന് വീരൻ വന്നു എന്നിട്ട് എല്ലാവരും റെസ്പെക്ട് നൽകുമ്പോൾ ഇത് കേട്ടപ്പോൾ നമ്മുടെ കുമാരൻ വിചാരിക്കുകയാണ്, നാട്ടുകാരൊക്കെ എന്നെ മനസ്സിലാക്കി, എന്നെ റെസ്പെക്ട് തരികയാണ്, സന്തോഷമായി എന്ന് പറഞ്ഞപ്പോൾ സ്വാമി പറയണം,
പറയാണ്, എടാ മണ്ട, അത് നിന്നെയല്ല പറയുന്നത്, നമ്മളെയൊക്കെ മേടിച്ച ആ ആളുണ്ടല്ലോ അയാളെയാണ് വീരൻ എന്ന് പറയുന്നത്. ഇതേ നേരം തന്നെ സ്വാമിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിലൂടെ കൊട്ടയിൽ ഒരാൾ നല്ല ഉണക്ക മുളക് കൊണ്ടുവന്നുണ്ട്. ആദ്യമായിട്ടാണ് സ്വാമി ഇതൊക്കെ കാണുന്നത്. അപ്പൊ വിശപ്പ് കാരണം അതിൽ നിന്ന് ഒരു 2-3 എടുത്ത് നേരെ വായിലിട്ട് ചവക്കുകയാണ്. ഇത് കണ്ടപ്പോ മന്ത്രവാദി പറയാണ്, അനാവശ്യമായിട്ട് ആവശ്യമില്ലാത്ത കാര്യം ചെയ്യേണ്ട, കട്ടിട്ടുണ്ടെങ്കിൽ ഇവന്മാര് കൈ വെട്ടെന്ന് പറയാണ്. ആ സമയത്താണ് സ്വാമി ചവച്ച ആ സാധനത്തിന്റെ എഫക്റ്റ് സ്വാമിക്ക് കിട്ടാൻ തുടങ്ങുന്നത്. നല്ല ഉണക്കമുളകാണ്, അത് നല്ല എരിവുള്ള സാധനം. സ്വാമിയുടെ അണ്ണാക്ക് വരെ പുകയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഫീലിംഗ്. ഇതെന്താ സാധനം, അയ്യോ ദൈവമേ, ഇതിലും ഭേദം എന്റെ തല വെട്ടുന്നതായിരുന്നു പറഞ്ഞിട്ട് സ്വാമി കിടന്ന് കരയാൻ തുടങ്ങുകയാണ്. ഇതേ നേരം തന്നെ ഇവരോട് ആ വീരന്റെ ഒട്ടകം സംസാരിക്കാണ് കേട്ടോ. ഫുള്ള് മായാജാലാണ് സിനിമയിൽ. എന്തായാലും ഇത് കണ്ടപ്പോൾ നമ്മുടെ സ്വാമിയും കുമാരനും അതുപോലെ തന്നെ മന്ത്രവാദിയും ഞെട്ടിപ്പോകുന്നുണ്ട്. ഒട്ടകം സംസാരിക്കുവോ? അപ്പൊ മന്ത്രവാദി ആ ഒരു ഒട്ടകത്തോട് സംസാരിച്ചപ്പോ ഒട്ടകം പറയാണ്, പണ്ട് ഞാനും ഒരു മനുഷ്യനായിരുന്നു. ഒരു മന്ത്രവാദി എന്നെ ശപിച്ച് ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റി വിട്ടതാണ്. കുറെ കാലമായിട്ട് ഞാനിപ്പോ ഒരു ഒട്ടകമാണ്. അതുപോലെ തന്നെ മന്ത്രവാദി, നിന്നെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഇത് കേട്ടപ്പോ മന്ത്രവാദി ആകെ ഞെട്ടിപ്പോയി. എന്നെ കാണാൻ രസമുണ്ടെന്നോ? 10-200 വർഷമായിട്ട് ഇന്നേ വരെ എന്നോട് ഒരാൾ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്തായാലും ഈ ഒരു വീരൻ ഇവരെല്ലാവരെയും കൂട്ടി മരുഭൂമിയിലെ ഒരു കൊട്ടാരത്തിലേക്ക് ചെല്ലുകയാണ്. കൊട്ടാരത്തിലെത്തിയ സമയത്ത് ഈ വീരൻ അദ്ദേഹത്തിന്റെ മുഖം മൂടി മാറ്റുകയാണ് കേട്ടോ. പിന്നീട് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് അവരോട് പരിചയപ്പെടുന്നുണ്ട്. അനരീഫ്, അതാണ് അദ്ദേഹത്തിന്റെ പേര്. അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ പേര് എന്താണെന്ന് ചോദിച്ചപ്പോ സ്വാമി പറയാണ്, എന്റെ പേര് മെഡിയാക, പക്ഷെ എല്ലാവരും എന്നെ സ്വാമി സ്വാമി എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഇതാണ് എന്റെ മാസ്റ്റർ, ഒരു മഹാവീരനാ. അതുപോലെ തന്നെ അവിടെ കിടക്കുന്ന ആ ഒരു കിഴവിയുണ്ടല്ലോ, അത് പിന്നെ ആർക്കും വിലയില്ലാത്ത ഒരു കാട്ടിലെ മന്ത്രവാദി, ബാബായാഗ എന്നൊക്കെ എല്ലാവരും വിളിക്കും. പക്ഷെ ആരും വലിയ വിലയൊന്നും കൊടുക്കാറില്ലാന്ന്. ഇതേ നേരം തന്നെ റോബോട്ടിനെ പോലെ തോന്നിക്കുന്ന ഒരാമ വന്നിട്ട് ഇവർക്ക് കുടിക്കാനുള്ള വെള്ളം കൊടുക്കുകയാണ്. ഇത് കണ്ടപാടെ മന്ത്രവാദി ആകെ ഞെട്ടിപ്പോയി. ഇതെന്തോ വൃത്തിയായിട്ട മൃഗമാണ് ചോദിച്ചപ്പോ, അതൊരു മൃഗമൊന്നുമല്ല, അതൊരു മെഷീനാണ്, നിങ്ങൾക്ക് വെള്ളം തരാൻ വേണ്ടി വന്ന മെഷീൻ, അതിപ്പോ തിരിച്ചു പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അതിനെ അവിടുന്ന് പറഞ്ഞേക്കാണ്. അതായത് ഒരു യന്ത്രം ആമ. ഇതിനുശേഷം അനരീഫ് പറയാണ്, ഇന്ന് വൈകുന്നേരം നല്ലൊരു പാർട്ടി ഇവിടെ നടക്കുന്നുണ്ട്, എന്തായാലും നിങ്ങളുടെ വസ്ത്രം എല്ലാം മാറിയിട്ട് ആ പാർട്ടിയിൽ പങ്കെടുത്തോന്ന് പറയണം. അതിനുശേഷം അനരീഫ് അവിടുന്ന് തിരിച്ചു പോവാണ്. ഇതേ നേരം തന്നെ ആ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു പ്രണയത്തോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു മന്ത്രവാദിയെ നോക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇവിടെ വന്നേ പിന്നെ നമ്മുടെ മന്ത്രവാദിക്ക് ഭയങ്കര വിലയാണ്, ആർക്കൊക്കെയോ അവളോട് ക്രഷ് തോന്നുന്നുണ്ട്. എന്തോ അതെല്ലാം കണ്ടിട്ട് നമ്മുടെ മന്ത്രവാദി ബാബായാഗയ്ക്കും ഉള്ളിലൊരു സന്തോഷം തോന്നാണ്. അങ്ങനെ വൈകുന്നേരമായി വസ്ത്രം എല്ലാം മാറി ഇവർക്കായിട്ട് ഒരുക്കിയ ആ ഒരു വിരുന്നിലേക്ക് ഇവര് വന്നിരിക്കുകയാണ് കേട്ടോ. എന്നാൽ കണ്ണ് കാണാത്ത നമ്മുടെ കുമാരനെ എന്ത് ചെയ്യണമെന്ന് യാതൊരു പെടുത്തൂല. അവിടെ ചുരുട്ടി വെച്ച ഒരു കുബൂസോ ചപ്പാത്തിയോ അങ്ങനെ എന്തോന്നുണ്ടായിരുന്നു. അതൊരു തുണിയാണെന്ന് കരുതിയിട്ട് അവന്റെ ഷർട്ടിൽ അത് കുടുക്കി വെക്കാൻ നിൽക്കുമ്പോൾ മന്ത്രവാദി വന്നിട്ട് പറയാണ്, എടാ അപമാനിക്കാൻ നിൽക്കല്ലേ, അത് കഴിക്കുന്ന ഭക്ഷണമാണ്. ഇതേ നേരം തന്നെ അനരീഫും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അനരീഫ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കൊന്നും യാതൊരു അത്ഭുതം തോന്നില്ല, മാർക്കറ്റിൽ നിന്നും അടിമകളായിട്ടുള്ള നിങ്ങളെ മേടിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഞാനൊരു നല്ല വിരുന്ന് തരുന്നു, ഒന്നും തോന്നില്ലേ? ഇപ്പൊ സ്വാമി പറയണ, എനിക്ക് നല്ല സംശയമുണ്ട്, എന്തിനിങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇപ്പൊ അനരീഫ് പറയാണ്, നിന്റെ മാസ്റ്റർ ഉണ്ടല്ലോ ഈ കുമാരൻ, അവൻ ചെയ്തതുപോലെ തന്നെ ഒരുപാട് മോൺസ്റ്റേഴ്സിനെ കൊല്ലലാണ് എന്റെ ജോലി. അതിനുവേണ്ടി ഒരുപാട് സയൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. കഴിഞ്ഞ കുറെ വർഷമായിട്ട് ഞാൻ ചെയ്യുന്ന ജോലി ഇത് തന്നെയാണ്. അപ്പൊ എനിക്ക് വേണ്ടത് അടിമകളല്ല, എനിക്ക് വേണ്ടത് അസിസ്റ്റൻസിനെയാണ്. ഇത് കേട്ടപ്പോ മന്ത്രവാദി ചോദിക്കാണ്, അല്ല കഴിഞ്ഞ കുറെ നാളായി എന്ന് പറഞ്ഞല്ലേ, എത്ര നാളായിട്ടുണ്ടാവും? ഒരു 100 വർഷം അല്ലേ, അത്രയ്ക്കല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ? ഇത് കേട്ടപ്പോ അനരീഫ് ഒന്ന് ചിരിച്ചിട്ട് പറയാണ്, 100 അല്ല, ഒരു 950 വർഷമായി എന്ന് പറയണം. ഇത് കേട്ടപാട് വായം പൊളച്ച് മന്ത്രവാദി പറയാണ്, അപ്പൊ നിങ്ങളും ഒരു മന്ത്രവാദിയാണല്ലേ? എന്നാൽ അനരീഫ് പറയുന്നത്, ഞാനൊരു മന്ത്രവാദിയൊന്നുമല്ല, പക്ഷെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടക്കും, ഞാനൊരു സയന്റിസ്റ്റ് ആണ്. ഞാൻ കണ്ടുപിടിച്ച ഒരു മരുന്ന് വെച്ചാണ് എനിക്ക് ഇത്രയും വർഷം ജീവിക്കാൻ കഴിഞ്ഞത്. പിന്നീട് ഇവരെയും കൂട്ടി നമ്മുടെ അനരീഫ് നേരെ ലാബിലേക്ക് പോകണം. പിന്നീട് ആ ഒരു മരുന്ന് കാണിച്ചു കൊടുക്കുന്നത്. ഈ ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ മാത്രം എനിക്ക് ഒരുപാട് വർഷങ്ങൾ വേണ്ടി വന്നു എന്നും ഇപ്പൊ ഈ ഒരു അനരീഫ് പറയുന്നുണ്ട്. എന്നാൽ ഈ കാര്യമൊന്നും ഇവർക്ക് ഒറ്റയടിക്കാൻ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രൊജക്ടർ പോലെ ഒരു സംഭവം വെച്ചിട്ട് അതെങ്ങനെയാണെന്ന് ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നത് കടലിൽ ജീവിക്കുന്ന ഒരു ജെല്ലി ഫിഷിനെയാണ്. ഈ ജീവിക്ക് ഒരു കാരണവശാലും മരണമില്ല. അപ്പൊ അതിൽ നിന്നാണ് ഒരിക്കലും മരിക്കാതിരിക്കാനുള്ള, ഒരുപാട് നാൾ ജീവിക്കാനുള്ള ഒരു മരുന്ന് ഞാൻ കണ്ടുപിടിച്ചത്. പക്ഷേ സ്വാമിക്കും നമ്മുടെ മന്ത്രവാദിനിക്കും ഇത് കാണാൻ കഴിയുന്നുണ്ടെങ്കിലും പാവം നമ്മുടെ കുമാരന് ഇത് കാണാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ എനിക്കതിന് പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അനരീഫ്, ക്ഷമിക്കണം, ഞാനൊരു സാധനം തരാന്ന് പറഞ്ഞിട്ട് അവനൊരു മെറ്റൽ ഉപയോഗിച്ചുണ്ടാക്കിയ ചെറിയൊരു കിരീടം കൊടുക്കുകയാണ്. ആ കിരീടം വെച്ച് കഴിഞ്ഞപ്പോൾ ആ ഭാഗത്ത്, അതായത് കണ്ണിന്റെ ഭാഗത്തായിട്ട് 2 ഗ്ലാസുകൾ താന്നു വരികയാണ്. അതിലൂടെ നോക്കുമ്പോൾ നമ്മുടെ കുമാരന് എല്ലാം പഴയതുപോലെ കാണാൻ കഴിയാണ്. കുമാരന് ഭയങ്കരമായിട്ട് സന്തോഷമായി. കാരണം കുറെ നാളായിട്ട് കണ്ണ് കാണാത്തതിന്റെ ബുദ്ധിമുട്ട് കുമാരൻ അനുഭവിക്കുന്നുണ്ട്. അനരീഫിനോട് ഇപ്പൊ ഒരുപാട് നന്ദിയും പറയാണ്. അതുപോലെ മന്ത്രവാദി ചോദിക്കുകയാണ്, ഈ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും എന്തിനാണ് നിങ്ങൾ ഇത്രയും ബഹുമാനത്തോടു കൂടെ സ്വീകരിക്കുന്നത്? അവർക്ക് വേണ്ടി നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അനരീഫ് ഒരു മിഷയും കാണിച്ചു കൊടുക്കുകയാണ്. ഇതൊരു മരുഭൂമിയാണ്, ഇവിടെ വെള്ളം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടപ്പാടുള്ള ഒരു കാര്യമാണ്. ഞാനൊരു യന്ത്രം കണ്ടുപിടിച്ചു മണ്ണിനടിയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് കൊണ്ടുവരാനുള്ളത്. അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ഈ ആൾക്കാർ എന്നെ ഇത്രത്തോളം ബഹുമാനിക്കുക. പിന്നീട് മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോകണം. അവിടെ ഒരു മിഷീൻ ഉണ്ട്. ആ മിഷീൻ ഇപ്പോ ഈ ഒരു അനരീഫ് ഓൺ ആക്കി വെക്കുകയാണ്. എന്നിട്ട് നമ്മുടെ സ്വാമിയുടെ കയ്യിൽ ആ ഒരു അത്ഭുത വിളക്ക് ഉണ്ടായിരുന്നില്ലേ, അത് മേടിച്ച് ആ മിഷീന്റെ നടുഭാഗത്ത് വെച്ച് അത് ഒരുക്കുകയാണ്. ഇത് കണ്ടപ്പോൾ തന്നെ ഇവരെല്ലാവരും ആകെ ഭയന്നു പോവാണ്. കാരണം അതിനുള്ളിൽ ആ ഒരു ഭൂതം ഇപ്പൊ പുറത്തേക്ക് വരും, ഇവർ ഉപദ്രവിക്കുകയും ചെയ്യും.
ചെയ്യും. എന്നാൽ ഭൂതം വന്നപാട് തന്നെ ആ മെഷീൻ ഓൺ ആയി കിടക്കുകയാണല്ലോ. അതിന്റെ മുകളിൽ ഒരു ചിറക് വന്നിട്ട് ഈ ഭൂതത്തിനെ അതിലേക്ക് വലിച്ചെടുക്കുകയാണ്. അതോടെ ദുഷ്ടനായ ആ ഒരു ഭൂതം തന്നെ നശിച്ചു പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു കഴിവ് കൂടെ അനരീഫിനുണ്ട്. ഇതുപോലെയുള്ള ഭൂതങ്ങളെയൊക്കെ അയാളുടെ സയൻസ്, അതായത് കണ്ടുപിടുത്തത്തിലൂടെ ഉണ്ടാക്കിയ മെഷീൻസ് ഉപയോഗിച്ച് എളുപ്പത്തിൽ ഇല്ലാതാക്കാൻ കഴിയും. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം കൂടെ ചെയ്യുന്നത് കൊണ്ടാണ് ബാക്കിയുള്ള നാട്ടുകാർക്ക് ഇയാളോട് ഇത്ര ബഹുമാനം. അതായത് ഈ മനുഷ്യൻ ഒരു സയന്റിസ്റ്റ് മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ ഇതുപോലെയുള്ള ജീവികളെ, രാക്ഷസന്മാരെ, വിചിത്ര ജീവികളെ എല്ലാത്തിനെയും കീഴ്പ്പെടുത്തുന്ന, വേട്ടയാടുന്ന ഒരു വേട്ടക്കാരൻ കൂടിയാണ്. അങ്ങനെ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും അനരീഫ് ഇവര് കാണിച്ചു കൊടുക്കുകയാണ്. ഇതിനുശേഷം ഇവര് ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുകയാണ്. ആ സമയത്ത് അനരീഫ് ഒരു കാര്യം പറയാണ്, ഞാൻ നിങ്ങളെ കാശ് കൊടുത്ത് മേടിച്ചെങ്കിലും അടിമകളായിട്ട് നിങ്ങൾ ആരും ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കാർക്കും അതിന് ആഗ്രഹമില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാം. എന്റെ കപ്പൽ ആ ഒരു ബീച്ചിൽ ഇപ്പോഴും ഉണ്ട്. ഇത് കേട്ടപ്പോൾ ഇവർക്ക് എല്ലാവർക്കും സന്തോഷമാവുകയാണ്. തിരിച്ച് അവരുടെ നാട്ടിലേക്ക് തന്നെ പോവാലോ. ആ സമയത്താണ് ഒരു പക്ഷി വന്നിട്ട് ഈ അനരീഫിന്റെ അടുത്ത് ഇരിക്കുന്നത്. അതും യന്ത്രം കൊണ്ടുണ്ടാക്കിയ ഒരു പക്ഷി തന്നെയാട്ടോ. അതിന്റെ കാലിൽ എന്തോ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. ആ മെസ്സേജ് വായിച്ച പാടിന് അനരീഫിന്റെ മുഖം ആകെ മാറിപ്പോകുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ കുമാരൻ ചോദിക്കണം, എന്താ പറ്റിയത്? ആ സമയത്ത് അനരീഫ് പറയാണ്, കുറെ നാളായിട്ട് ഞങ്ങളുടെ ഒരു പ്രദേശത്ത് യാതൊരു പ്രശ്നമില്ലായിരുന്നു. എന്നാൽ ഈ ഇടയായിട്ട് എന്തോ ഒരു രാക്ഷസ മൃഗം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് എന്നാ പറയുന്നത്. ഇത് കേട്ടപാട് കുമാരൻ ചോദിക്കുകയാണ്, രാക്ഷസ മൃഗമോ? അതെന്താണ്? നാട്ടുകാർ പറയുന്നത് 4 കാലുള്ള സിംഹത്തിന്റേതുപോലെയുള്ള ഉടല്, അതുപോലെ തന്നെ ഒരു ഡ്രാഗന്റെ തല, പിന്നെ അതിന്റെ വാല് അതൊരു പാമ്പിനെ പോലെയാണ്. ആർക്കും അതിനെ കീഴ്പ്പെടുത്താൻ പറ്റുന്നില്ല. എനിക്കാണെങ്കിൽ ഇപ്പൊ പഴയതുപോലെ ഈ വേട്ടയൊന്നും നടക്കുന്നുമില്ല. ഇത് കേട്ടപാട് തന്നെ കുമാരൻ പറയാണ്, അനരീഫെ, നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല. ആ മൃഗവും ഞാനും തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്റെ കാഴ്ച പോയത് തന്നെ അവൻ കാരണമാണ്. നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടി ആ ഒരു മൃഗത്തെ ഞാൻ കൊല്ലുന്നു പറയാണ്. അവനിപ്പോ എവിടെയാണുള്ളത്? ഇപ്പൊ തന്നെ നമുക്ക് പോകാന്ന് പറഞ്ഞപ്പോ അനരീഫ് പറയണ, എന്തായാലും നീ ഒന്ന് ക്ഷമിക്കുക, നമുക്ക് നാളെ രാവിലെ നോക്കാം, ഈ രാത്രിയിൽ വേണ്ടെന്ന് പറയണം. തൽക്കാലം നിങ്ങൾ എല്ലാവരും പോയിട്ട് കിടക്കാൻ വേണ്ടി പറയണം. എല്ലാവരും പോയി കിടന്നു. പക്ഷേ അർദ്ധരാത്രിയായ സമയത്ത് നമ്മുടെ ആ ഒരു മന്ത്രവാദിനി ഉണ്ടല്ലോ, ആരും അറിയാതെ എഴുന്നേറ്റ് അനരീഫിന്റെ ആ ഒരു ലാബിലേക്ക് ചെല്ലുകയാണ്. എന്തെടുക്കാനായിരിക്കും? ആ മരുന്ന് തന്നെ. അത് കുടിച്ചു കഴിഞ്ഞാൽ കുറെ നാൾ ജീവിച്ചിരിക്കാലോ എന്ന് കരുതിയിട്ട് ആ മരുന്ന് തപ്പിയാണ് അവൾ അങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ എവിടെ നോക്കിയിട്ട് മരുന്ന് കാണാനില്ല. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മെഷീൻ ഓൺ ആവുകയാണ്. അതായത് ഇതുപോലെ മാന്ത്രിക ശക്തി ഉപയോഗിക്കുന്ന എല്ലാ ജീവികളെയും ആ മെഷീൻ ഇല്ലാതാക്കും. അപ്പൊ ആ ഒരു മെഷീൻ മന്ത്രവാദി അതിനുള്ളിലേക്ക് വലിച്ചെടുത്ത് അവൾ ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അവൾ സ്വപ്നത്തിൽ നിന്നും ചാടി എഴുന്നേൽക്കുകയാണ്. അവൾ കണ്ട ഒരു സ്വപ്നമായിരുന്നു അത്. എന്നാൽ ഇതുപോലെ പേടിപ്പിക്കുന്ന ഒരു സ്വപ്നം കണ്ടാൽ അങ്ങോട്ടേക്ക് പോവാതിരിക്കുകയല്ല വേണ്ടത്. അവൾ എന്തായാലും എഴുന്നേറ്റ പാട് വീണ്ടും ആ ലാബിലേക്ക് പോവാണ്. എന്നിട്ട് അവിടെ പോയിട്ട് ആ ഒരു മരുന്ന് തപ്പുന്നുണ്ട് കേട്ടോ. പക്ഷേ അതൊന്നും കിട്ടുന്നില്ല. എന്നാൽ ആ സമയത്ത് തന്നെ അനരീഫ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശബ്ദം കേട്ടപാട് തന്നെ മന്ത്രവാദി ഒളിച്ചിരിക്കുകയാണ്. എന്നാൽ അതിനുള്ളിലേക്ക് വന്ന പാട് തന്നെ അനരീഫിന് ഇവിടെ മന്ത്രവാദി ഉണ്ട് എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവളോട് പുറത്ത് വരാൻ പറയുന്നുണ്ട്. എന്താ ഇവിടെ പരിപാടി ചോദിച്ചപ്പോൾ, അതൊന്നുമില്ല, ഒരു പുസ്തകം എടുത്തിട്ട് എനിക്ക് നിങ്ങൾ കണ്ടുപിടിച്ച ഓരോ കാര്യങ്ങൾ വായിക്കാനായിട്ട് ഒരു ഇഷ്ടം തോന്നി, അതുകൊണ്ട് വന്നതാന്ന് പറയണം. ഇത് കേട്ടപാട് തന്നെ അനരീഫ് പറയണം, സയൻസിനോട് ഇത്ര ഇഷ്ടമാണല്ലേ, ഒരു കാര്യം ചെയ്യ്, നാളെ വാ, വിശദമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞുതരാം. അതിനു മുന്നേട്ട് നമുക്ക് ആ ഒരു മൃഗത്തെ പിടിക്കണമെന്ന് പറയണം. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ കുമാരനും സാമിയും എല്ലാവരും റെഡി ആവണം ഇതിനെ പിടിക്കാൻ പോകാനായിട്ട്. അതിനുവേണ്ടി ഇവർക്കൊരു മെഷീൻ തന്നെ ഈ ഒരു അനരീഫ് നൽകുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ, ആ മൃഗത്തിന്റെ അരികിലേക്ക് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ മെഷീൻ ഉപയോഗിച്ച് പോകാൻ കഴിയും. അതുപോലെ അനരീഫ് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇത്തവണ നീ ആ ഒരു ജീവിയെ കീഴ്പ്പെടുത്തിയാൽ മാത്രം മതി, കൊല്ലണ്ട. ജീവനോടെ പറ്റുവാണെങ്കിൽ അതിനെ പിടിച്ചതാ ഈ കാണുന്ന പെട്ടിയിലിടണം. ഇതിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു ലിവർ ഉണ്ട്. അത് തിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ പെട്ടിയുടെ ഉള്ളിലേക്ക് ആ ഒരു ജീവിയെ ഈ പെട്ടി തന്നെ വലിച്ചെടുത്തോളൂ എന്ന് പറയണം. എന്നാൽ ഇത് കണ്ടപ്പോൾ നമ്മുടെ കുമാരനൊരു സംശയം, അല്ല നിങ്ങൾക്ക് എന്തിനാണ് ആ ഒരു ജീവിയെ ജീവനോടെ വേണ്ടത്? വ്യക്തമായ ഒരു മറുപടി തന്നെ അനരീഫ് അതിന് കൊടുക്കുന്നുണ്ട്. കുമാര, പല ജീവികളെ നീ കൊന്നു കളഞ്ഞിട്ടില്ലേ? പക്ഷേ പിന്നെയും ഇതുപോലെ ഒരുപാടെണ്ണം വരുന്നില്ലേ? എവിടെ നിന്നായിരിക്കും ഇതൊക്കെ വരുന്നത്? നമുക്ക് ഇവറ്റകളെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കണ്ടേ? അല്ലെങ്കിൽ കൂടുതൽ ശക്തിയുള്ള ഒന്ന് ഇനി ഭാവി കാലത്തിൽ വരില്ല എന്നെന്താ ഉറപ്പ്? അതുകൊണ്ട് ഇങ്ങനെയുള്ള ജീവികളെ പിടിച്ച് എനിക്ക് ലാബിലേക്ക് കൊണ്ടുവരണം. അവറ്റകളുടെ ദേഹത്ത് പരീക്ഷണങ്ങൾ നടത്തണം. എന്താണ് ഈ ജീവികൾ എന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കണം. ഇത് കേട്ടപ്പോൾ കുമാരന് അത് കൺവിൻസിംഗ് ആയിട്ട് തോന്നുകയാണ്. ശരി, ഞാൻ അതിനെ ജീവനോടെ കൊണ്ടുവരാന്ന് പറയാം. മാത്രമല്ല ആ ഒരു ജീവിയെ പിടിക്കാനായിട്ട് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള വെപ്പൺസ് ഒക്കെ അവന് കൊടുക്കുന്നുണ്ട്. അതായത് അവന്റെ പടച്ചട്ടിയും അവന്റെ ആ ഒരു ഗതയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറച്ചുകൂടി ഒന്ന് അഡ്വാൻസ് ആക്കി മാറ്റുകയാണ്. പിന്നീട് എല്ലാവരും ആ ഒരു ഇരുമ്പ് യന്ത്രം ഉണ്ടല്ലോ അതിനുള്ളിലേക്ക് കയറിയിരിക്കുന്നുണ്ട്. അതേ നേരം തന്നെ അനരീഫ് ഒരു ചരട് പിടിച്ച് വലിക്കുമ്പോൾ ഈ സാധനം മുകളിലേക്ക് ഒരൊറ്റ പൊന്തലാണ് കേട്ടോ. അതായത് ഒരു മിനി ഹെലികോപ്റ്റർ പോലെ ഈ ഒരു മെഷീൻ വർക്കാവുകയാണ്. കുറെ ദൂരം ഇത് മരുഭൂമിയിലൂടെ അങ്ങനെ പോകുന്നുണ്ട്. പിന്നീട് ഒരു സ്ഥലത്ത് വെച്ചിട്ട് അത് താഴേക്ക് വീഴുകയാണ്. അതിനുള്ളിൽ നിന്നും ഇവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ഇവർ പുറത്തേക്ക് ഇറങ്ങി പതിയെ നടക്കാൻ തുടങ്ങുകയാണ്. കുറച്ചു ദൂരം മുന്നോട്ടേക്ക് പോയ സമയത്ത് ഒരാൾ താമസിച്ചതുപോലെ ഒരു ചെറിയ ടെന്റ് കാണുന്നുണ്ട്. അതൊരു മനുഷ്യൻ തന്നെയാണ്. ഇയാളുടെ കാൽപ്പാടുകൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗുഹയിലേക്ക് പോയതായിട്ടും ഇവർ കാണുന്നുണ്ട്. മിക്കവാറും ഈ ഗുഹയുടെ ഉള്ളിലായിരിക്കും ചിലപ്പോൾ ആ ഒരു ജീവി ഉണ്ടാവുക. അപ്പൊ ആ ഒരു ഗുഹയുടെ മുൻഭാഗത്ത് ഈ പെട്ടി കൊണ്ടുവന്ന് വെച്ചിട്ട് അതിന്റെ ഒരു ലിവർ പിടിച്ച് വലിച്ചപ്പോൾ ഭയങ്കരമായിട്ടുള്ള മെക്കാനിസം ഉള്ള ഒരു പെട്ടിയായിരുന്നു അത്. ടപ്പയെന്ന് വേണ്ടി തുറന്ന് അത് അവസാനം ഒരു വലിയ പെട്ടിയായിട്ട് മാറുകയാണ്. എന്നിട്ട് ബാക്കിയുള്ളവരോട് കുമാരൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഗുഹയിലേക്ക് പോയിട്ട് ആ ജീവി ഇപ്പൊ ഇങ്ങോട്ടേക്ക് ഓടിപ്പിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്താക്കണം, ഈ കാണുന്ന ലിവർ പിടിച്ച് അമർത്തുകയാണെങ്കിൽ ഈ പെട്ടിയുടെ ഉള്ളിലേക്ക് ആ ജീവി വന്ന് കയറിക്കോളും. എല്ലാം ഓക്കെ എന്ന് പറഞ്ഞിട്ട് സ്വാമി നമ്മുടെ മന്ത്രവാദി അങ്ങനെ നിൽക്കുകയാണ്. ഇതിനുശേഷം കുമാരൻ ഗുഹയുടെ ഉള്ളിലേക്ക് പയ്യെ പോകാൻ തുടങ്ങി. അങ്ങനെ അവസാനം ആ ഒരു ജീവിയെ രണ്ടാമതും കുമാരൻ കാണുകയാണ്. ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് അതിനോട് പോരാടുന്നുണ്ട്. എന്നാൽ എന്തോ കഴിഞ്ഞ തവണത്തെ പോലെയല്ല, ഈ ജീവി
ജീവി അത്യാവശ്യം പവർഫുൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ തോൽപ്പിക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണെന്ന് കുമാരന് മനസ്സിലായി. അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗത ഉണ്ടല്ലോ, ആ ഗത ഉപയോഗിച്ച് തന്നെ പിന്നീട് അവൻ പുറത്തേക്ക് വരികയാണ്. എന്നാൽ അവന്റെ പിന്നാലെ തന്നെ ആ ഒരു ജീവിയും വരുന്നുണ്ട്. ശരിക്കും ഇത് കുമാരന്റെ ഒരു പദ്ധതിയായിരുന്നു. എന്തായാലും ആ ഒരു ജീവി പുറത്തേക്ക് എത്തിയ പാട് തന്നെ കുമാരൻ ആ ലിവർ പിടിച്ച് തിരിക്കാൻ പറയാണ്. എന്നാൽ മന്ത്രവാദി അത് പിടിച്ച് തിരിച്ചപ്പോ സാധനം കയ്യിലേക്ക് പോവാണ്. ഭീകരജീവി വെറുതെ ഇരിക്കോ, വന്നിട്ട് കുമാരനിട്ട് നല്ല പണി കൊടുക്കുകയാണ്. ഇതേ നേരം എങ്ങനെയൊക്കെയോ മന്ത്രവാദി പിടിച്ച് തിരിച്ച് ആ പെട്ടി ഓണാക്കുകയാണ്. ഇതേ നേരം അതിനുള്ളിൽ നിന്നും ഒരുപാട് ചങ്ങലകൾ വന്നിട്ട് ജീവിയെ പൊതിഞ്ഞ് അതിനെ ആ പെട്ടിയിലേക്ക് വലിച്ചെടുക്കുകയാണ്. അങ്ങനെ ആ പെട്ടിയുമായിട്ട് അവര് നേരെ നമ്മുടെ അനരീഫിനെ കാണാനായിട്ട് പോവാണ്. ആ ഒരു പെട്ടി വലിച്ചുകൊണ്ടുപോകുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ജോലിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് അത്ര വേഗത്തിൽ പോകാൻ കഴിയുന്നില്ല. ഇപ്പൊ രാത്രി ആയിട്ടുണ്ട്. ഒരു ഭാഗത്ത് ആ ഒരു പെട്ടിയും വെച്ച് ഇന്ന് ഇവിടെ വിശ്രമിക്കാന്ന് ഇവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ചെറുതായിട്ട് ഭക്ഷണം കഴിച്ച് ആ മരുഭൂമിയിൽ അവരങ്ങനെ ഇരിക്കുന്ന സമയത്ത് നല്ലൊരു പാട്ട് കേൾക്കുകയാണ് നമ്മുടെ കുമാരനിപ്പോ. അന്ന് ആദ്യമായിട്ട് ഈ ഭീകരജീവി ആക്രമിക്കാനായിട്ട് ആ കോട്ടയിലേക്ക് പോയപ്പോ കേട്ട അതേ പാട്ട് തന്നെ. എന്തോ ഒരു സംശയം തോന്നി കുമാരൻ പെട്ടിയുടെ ഉള്ളിലേക്ക് നോക്കിയപ്പോ അതീവ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി അതിനുള്ളിൽ ഇരിക്കുകയാണ്. ആ ജീവിയെ ഇപ്പൊ കാണാനുമില്ല. ഇതാരെ ഈ പെൺകുട്ടി ഇതിന്റെ ഉള്ളിലാക്കിയത്, എത്രയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് ആ വാതിൽ തുറക്കാൻ നിൽക്കുമ്പോൾ മന്ത്രവാദി വന്നിട്ട് പറയണം തുറക്കരുത്, കാരണം ഇത് ആ ജീവിയുടെ ഒരു ട്രാപ്പ് ആയിരിക്കും. എന്നാൽ കുമാരൻ പറയാണ് നിങ്ങൾ അതിന്റെ ഉള്ളിലേക്ക് നോക്ക്, ജീവിയെ കാണാനുണ്ടോ, ഇപ്പൊ ആ ഒരു പെൺകുട്ടിയാണുള്ളത്, എനിക്ക് അവളെ രക്ഷപ്പെടുത്തണം എന്ന് പറയണം. എന്തോ അവളോട് ഒരു പ്രണയം തന്നെ കുമാരന് തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ മന്ത്രവാദി വിചാരിച്ചു ഇതൊരു നടക്കൊന്നും പോവില്ല. തൽക്കാലം ഒരു വടി ഉപയോഗിച്ച് കുമാരനെ ആ പെട്ടിയുടെ ഉള്ളിലേക്ക് തള്ളിയിട്ട് ആ പെട്ടി പുറത്തു നിന്നും ഇപ്പൊ മന്ത്രവാദി ലോക്ക് ചെയ്യാണ്. എന്നിട്ട് കുമാരനോട് പറയുന്നുണ്ട്, കുമാര ഈ ഒരു പരിപാടിക്കായിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാനും ആ ഒരു അനരീഫുമായിട്ട് ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ജീവിയെ പിടിച്ചു കൊണ്ടുവരുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നം പരിഹരിച്ച് അതിനെ അനരീഫിന്റെ കയ്യിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ആ മാന്ത്രിക മരുന്നുണ്ടല്ലോ, കഴിച്ചാൽ എത്ര കാലം വേണമെങ്കിലും ജീവിച്ചിരിക്കാൻ പറ്റുന്ന ആ ഒരു മരുന്ന്, അത് ഈ മന്ത്രവാദിക്ക് കൊടുക്കാന്ന് അനരീഫ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രവാദിക്ക് ഇതിനെ എങ്ങനെയെങ്കിലും അനരീഫിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കും. അതുപോലെ തന്നെ സ്വാമിയും പറയുന്നുണ്ട്, കുമാര തൽക്കാലം എനിക്കിപ്പോ ഇത് തുറക്കാൻ പറ്റില്ല കേട്ടോ. എന്തായാലും ആ ഒരു പെട്ടിയുടെ ഉള്ളിലെ ആ ഒരു പെൺകുട്ടിയുടെ കൂടെ തന്നെ കുമാരനും അവിടെ ലോക്കായി നിൽക്കുകയാണ്. ആ സമയത്ത് അവളുടെ കയ്യിൽ വലിയൊരു മുറിപ്പാട് കാണുന്നുണ്ട്. ഇതെങ്ങനെയാ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് അവളുടെ അരികിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ആ ഒരു പെൺകുട്ടി പറയാണ്, ദയവ് ചെയ്ത് എന്റെ അടുത്തേക്ക് വരരുത്, എന്റെ ദേഹത്ത് വലിയൊരു ശാപുണ്ട്, എന്നെ തുടരുത് എന്ന് പറയണം. അതായത് ഏതെങ്കിലും ഒരു മനുഷ്യൻ അവളെ തൊട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആ ഒരു ഭീകര മൃഗമായിട്ട് അവൾ മാറിപ്പോകും. എന്നാൽ അങ്ങനെ ഒരു ഭീകര മൃഗമായി മാറുന്നുണ്ടെങ്കിലും അവൾ ആരെയും ഉപദ്രവിക്കാനൊന്നും നിൽക്കാറില്ല കേട്ടോ. ആളുകൾ അവളെ കണ്ട് പേടിക്കുന്നത് കൊണ്ടാണ് അങ്ങ് ആ കോട്ടയുടെ ഉള്ളിൽ പോയിട്ട് അവൾ എപ്പോഴും ഒളിച്ചിരുന്നത്. എന്നാൽ ആ കോട്ടയിൽ നിധിയുണ്ട്, അത് ഇതൊക്കെ പറഞ്ഞിട്ട് ഓരോ ആൾക്കാർ വരും, അവൾ എങ്ങനെയെങ്കിലും തൊടും. അപ്പോഴാണ് അവളൊരു മൃഗമായിട്ട് മാറുന്നതും ആൾക്കാരെ ആക്രമിക്കുന്നതും കൊല്ലുന്നതൊക്കെ. സത്യം പറഞ്ഞാൽ ഒരു ശാപം കിട്ടിയ ആ ഒരു പാവം പെൺകുട്ടി ഈ അവസ്ഥയിലേക്ക് വന്നതാണ്. അപ്പൊ നിന്നെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ ഞാനത് ചെയ്തിരിക്കുന്നു കുമാരൻ ആ ഒരു പെൺകുട്ടിയോട് പറയാനിപ്പോ. ഇതിനുശേഷം അനരീഫിന്റെ കൊട്ടാരത്തിൽ കാണിക്കാണ്. ആ നാട്ടുകാരിൽ ചില ആൾക്കാർ ഒരു പൂച്ചയെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ പൂച്ചയെ കയ്യിൽ കിട്ടിയ പാട് അനരീഫിന് സന്തോഷമാകുന്നുണ്ട്. കാരണം അതിന്റെ വാൽഭാഗത്തായിട്ട് ചെറിയൊരു വെളിച്ചുണ്ട്. സാധാരണ പൂച്ചയല്ല, ഒരു മാന്ത്രിക പൂച്ചയാണ്. അപ്പൊ ആ ഒരു പൂച്ചയുടെ പാവം തോന്നിയ നാട്ടുകാരിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, ഇതിനെ വെറുതെ കൊല്ലണോ, ഒരു പാവം പൂച്ചയല്ലേ ഇത്. ആ സമയം അനരീഫ് പറയാണ്, ഇപ്പൊ കാണുമ്പോൾ പാവമായിരിക്കും, പക്ഷേ ഇതിന്റെ വാലിന്റെ തുമ്പിൽ നിന്നും തീയെല്ലാം വന്ന് നിങ്ങളൊക്കെ വെന്ത് ചത്തു പോകുന്നതിൽ നല്ലത് അതിനിപ്പൊ തന്നെ ഇല്ലാതാക്കുന്നതല്ലേ. പിന്നീട് പാവം ആ ഒരു പൂച്ചയെ മിഷീന്റെ ഉള്ളിലേക്ക് ഇടുകയാണ്. അത് അതിന്റെ ഉള്ളിൽ പെട്ട് അരഞ്ഞു പോയി. മിഷീന്റെ മറ്റൊരു ഭാഗത്തൂടെ ഒരു നീല ദ്രാവകം പുറത്തേക്ക് വരുന്നുണ്ട്. അതൊരു ബോട്ടിൽ ഈ ഒരു അനരീഫ് കളക്ട് ചെയ്ത് ഇയാളുടെ ഷെൽഫിൽ വെക്കുകയാണ്. ഇയാൾക്ക് ശരിക്കും വേണ്ടത് ഇതുപോലെയുള്ള ജീവികളുടെ ദേഹത്ത് നിന്നും ഈ ഒരു മാന്ത്രിക ജലമാണ്. ഇതേ നേരം തന്നെ ആ ഒരു ജീവിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന നമ്മുടെ സ്വാമിയും അതുപോലെ തന്നെ മന്ത്രവാദിയും കാണിക്കുകയാണ്. ഇപ്പൊ സ്വാമി നമ്മുടെ കുമാരനോട് ക്ഷമയെല്ലാം ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കുമാരൻ പറയണ നീ ഒരു ചതിയനാണ്, എന്നോട് സംസാരിച്ച് വരണ്ടാന്ന് തന്നെ പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ ഈ ഒരു അനരീഫിന്റെ കൊട്ടാരത്തിൽ കാണിക്കുകയാണ്. അവിടെ മന്ത്രവാദി ഒരു മന്ത്രവാദത്തിലൂടെ സ്വാമിയുടെ തൊപ്പിക്ക് ജീവൻ കൊടുത്തില്ലേ, ആ ഒരു തൊപ്പിയെടുത്ത് അതും ഒരു വെള്ളം പോലെ ആക്കി മാറ്റി ആ വെള്ളം ഉണ്ടല്ലോ, ഇയാൾ ഈ വീട്ടിൽ ഉണ്ടാക്കി വെച്ച ഒരുപാട് ആമകളില്ലേ, അതിന്റെ ഒരു പ്രത്യേക ഭാഗത്തേക്ക് ഇത് ഒഴിക്കുന്ന സമയത്ത് ഈ ആമകൾക്ക് ജീവൻ വെക്കുകയാണ്. അതായത് ഇവിടെയുള്ള ഈ യന്ത്രങ്ങൾ ഇത് മുഴുവൻ വർക്കാവുന്നത് ഈ മാന്ത്രിക ജലത്തിലൂടെയാണ്. ഈ മാന്ത്രിക ജലം വേണമെങ്കിൽ മാന്ത്രികമായ എന്തെങ്കിലും ഒരു വസ്തു വേണം. ഈ കാര്യം ലാബിൽ വെച്ച് ചെയ്യുന്നത് ആര് കാണുകയാണ്, നമ്മുടെ സ്വാമിയും അതുപോലെ തന്നെ മന്ത്രവാദിയും. ഇവർക്ക് എന്താണ് ഈ ഒരു അനരീഫ് ഇവിടെ വെച്ച് കാണിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പൊ തന്നെ മന്ത്രവാദിക്ക് ഇയാളുടെ ആ ഒരു ഉഡായിപ്പ് മനസ്സിലായി. നോക്കിക്കോ, ഈ കാര്യം മുഴുവൻ ഞാൻ നാട്ടുകാരോട് പറയും. ഇപ്പോഴാണ് ശരിക്കും അനരീഫിന്റെ മുഖം അതെന്താണെന്ന് അയാളെ കാണിക്കുന്നത്. ഓഹോ, നിങ്ങൾ നാട്ടുകാരെ കാണിക്കോ, അതിന് നിങ്ങൾ ജീവനോടെ ഉണ്ടായാലല്ലേ. എന്നാൽ അപ്പോഴേക്കും മന്ത്രവാദിയും സ്വാമിയും ഓടി പുറത്തേക്ക് വന്നിട്ട് നമ്മുടെ കുമാരന്റെ ആ ഒരു കോഡ് തുറന്നു കൊടുക്കുകയാണ്. പിന്നീട് കുമാരനും അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടിയും അതിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. അവരോട് എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഈ ഒരു മന്ത്രവാദി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേ നേരം തന്നെ അങ്ങോട്ടേക്ക് അനരീഫ് വരുന്നുണ്ട്. ഇപ്പൊ അനരീഫിനോട് നമ്മുടെ കുമാരൻ ഒരു കാര്യം പറയുന്നുണ്ട്, നീ എനിക്ക് കാഴ്ച തിരിച്ചു തന്ന ആളാണ്, അതുകൊണ്ട് തന്നെ ഒരവസരം ഞാൻ നിനക്ക് തരികയാണ്, എല്ലാവരോടും മാപ്പ് പറഞ്ഞ് എല്ലാ പരിപാടിയും ഇവിടെ നിർത്തിക്കുമെന്ന്. എന്നാൽ കുമാരനോട് അനരീഫ് ഒരു പുച്ഛ ഭാവത്തിൽ പറയാണ്, നീ എനിക്ക് ആജ്ഞ ഇങ്ങോട്ടേക്ക് തരുന്നു, അതിനൊക്കെ ആദ്യം നിങ്ങൾ ഇവിടുന്ന് ജീവനോട് പുറത്തു പോയാലല്ലേ എന്തെങ്കിലുമൊക്കെ നടക്കുകയുള്ളൂ. അപ്പോഴേക്കും അനരീഫിന്റെ ആൾക്കാർ അവിടെ മുഴുവനായിട്ടും വളയാണ്. എന്നാൽ അനരീഫ് പറയാണ്, നിങ്ങളെ കീഴ്പ്പെടുത്താൻ പോകുന്നത് എന്റെ ആൾക്കാരല്ല, പകരം മറ്റൊരു സംഭവമാണ്. ഈ കൊട്ടാരത്തിന്റെ പല ഭാഗത്തായിട്ട് ഒരുപാട് ആമയന്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ലേ, അതെല്ലാം അവിടെ വെച്ച് വർക്ക്
വർക്കാണ്. ഇതിന്റെ തല മുന്നോട്ടേക്ക് വരുമ്പോൾ അതിനുള്ളിൽ നിന്നും ഒരുപാട് വലിയ ചങ്ങലകൾ വന്ന് ഇവര് 3 പേരെയും കെട്ടി വരിഞ്ഞു വെക്കുകയാണ്. അതായത് മന്ത്രവാദിയും കുമാരനെയും പിന്നെ ആ ഒരു പെൺകുട്ടിയും. ആ പെൺകുട്ടി തന്നെയാണ് കേട്ടോ ആ ഒരു ഡ്രാഗൺ അല്ലെങ്കിൽ ആ ഒരു വിചിത്ര മൃഗം. എന്നാൽ ആ കൂട്ടത്തിൽ നിന്നും സ്വാമി എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു. എങ്ങനെയൊക്കെയോ അനരീഫിനെ മണിയടിച്ച് അയാളുടെ കൂടെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഇവരുടെ കൂടെ സംസാരിക്കുന്ന ഒരു ഒട്ടകം ഉണ്ടായിരുന്നില്ലേ? പണ്ട് അതൊരു മനുഷ്യനായിരുന്നു, എന്നാൽ ഒരു ശാപം കാരണം ഒട്ടകമായി മാറിയതാന്ന് പറഞ്ഞില്ലേ? എന്നാൽ അത് ജീവനുള്ള ഒരു വസ്തുവേ അല്ല, ആ ഒട്ടകം തന്നെ ഒരു മെഷീനാണ്. ആ ഒട്ടകത്തിനോട് ഒരു കഥ പറഞ്ഞിട്ട് അനരീഫ് അതിനെ കൊണ്ട് അത് വിശ്വസിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഈ നാട്ടുകാരെ എല്ലാവരെയും അനരീഫ് പറ്റിക്കുകയാണ്. ആർക്കും ഒരു ഉപദ്രവം ഇല്ലാത്ത ജീവികളുടെ പേര് പറഞ്ഞ് ആൾക്കാരെ പേടിപ്പിച്ച് എന്നിട്ട് അവരുടെ ആ ഒരു ഹെൽപ്പോട് കൂടിയിട്ട് ഈ മൃഗത്തെ പിടിച്ച് ആ ഒരു മാന്ത്രിക മൃഗങ്ങളുടെ ഉള്ളിൽ നിന്നും ഇതുപോലെ മാന്ത്രിക ചെല്ലെടുത്ത് അങ്ങനെയാണ് ഇയാളുടെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത്. ഇനി ഇയാൾക്ക് വേണ്ടത് നമ്മുടെ കുമാരൻ പിടിച്ചുകൊണ്ടുവന്ന ആ ഒരു ജീവിയാണ്. ആ ജീവി എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ ഉള്ളിൽ നിന്നും ആ ഒരു മാന്ത്രിക ശക്തി ആ മിഷീൻ ഉപയോഗിച്ച് ഇയാൾ വലിച്ചങ്ങനെ എടുക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് കുമാരൻ ഒരു ബുദ്ധി തോന്നി അവളുടെ കയ്യിൽ തൊടുകയാണ്. അവളെ തൊട്ടപാട് തന്നെ ആ ഒരു ഭീകരജീവിയായിട്ട് അവൾ മാറുന്നുണ്ട് കേട്ടോ. പിന്നീടൊന്നും പറയേണ്ട, എല്ലാത്തിനെയും മടിച്ച് തെറിപ്പിക്കുകയാണ്. അനരീഫ് ഈ ഒരു കാര്യം ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ മന്ത്രവാദിയും കുമാരനും കൂടെ പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയാണ്. കൂടെ ഇപ്പൊ ആ ഒരു പെൺകുട്ടി സാധാരണ മനുഷ്യയായിട്ട് മാറിയിട്ടുണ്ട്, അവളും കൂടെ വരികയാണ്. അവരെ പിടിക്കാനായിട്ട് തന്നെ അനരീഫിന്റെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. എന്നാൽ അനരീഫ് കൊടുത്ത ആയുധം വെച്ച് തന്നെ അവന്മാരെ എല്ലാത്തിനെയും കുമാരൻ അടിച്ച് ശരിയാക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ മന്ത്രവാദി അവളുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് കുറേയധികം വിത്തുകൾ ഇവിടുന്ന് സംഘടിപ്പിച്ചായിരുന്നു. ആ വിത്തുകൾ മുഴുവനും ആകാശത്തിലേക്ക് എറിഞ്ഞ് അത് മന്ത്രത്തിലൂടെ വലിയ വലിയ പഴങ്ങളാക്കി മാറ്റി അത് അവരുടെ തലയിലേക്ക് തന്നെ കൊണ്ടുപോയിടുകയാണ്. അങ്ങനെ അനരീഫിന്റെ ആൾക്കാരെ മുഴുവൻ അടിച്ചിട്ട് ഇവർ രക്ഷപ്പെട്ട് അവിടുന്ന് പോകാൻ നിൽക്കുമ്പോൾ മറ്റൊരു കാര്യം സംഭവിക്കുകയാണ്. ഇത്രയും ദിവസം കൊണ്ട് പല മാന്ത്രിക മൃഗങ്ങളുടെ ഉള്ളിൽ നിന്നും ശക്തി ഊറ്റിയെടുത്ത് അതെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ? ഈ ലിക്വിഡ് മുഴുവനായിട്ടും ഇയാൾ ഉണ്ടാക്കിയ വലിയൊരു മിഷീന്റെ ഉള്ളിലേക്ക് ഒഴിക്കുകയാണ്. കൊട്ടാരം തകർത്തുകൊണ്ട് ആ മിഷീൻ പുറത്തേക്ക് വരുന്നുണ്ട്. അത് ഭീമാകാരമായിട്ടുള്ള ഒരു ആമയുടെ ഒരു യന്ത്രമായിരുന്നു. ആ യന്ത്രം നന്നായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ ഈ ലിക്വിഡ് അത്യാവശ്യമാണ്. അതുപോലെ രക്ഷപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കുമാരന്റെയും ഈ മന്ത്രവാദിയുടെ അരികിലേക്ക് ഈ വലിയ ആമ വരുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്നും ബോംബ് പോലെ എന്തൊക്കെയോ പുറത്തേക്ക് വന്നിട്ട് ഇവർ ആക്രമിക്കാൻ തുടങ്ങുകയാണ്. ഈ സമയത്താണ് നമ്മുടെ കുമാരൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഇവർ ആക്രമിക്കാനായിട്ട് അവരുടെ പിന്നാലെ വന്ന ചെറിയ ആമയുണ്ടല്ലോ, ഇത് മലക്കം മറിഞ്ഞ് വീണ സമയത്ത് ഇതിന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അപ്പൊ പെട്ടെന്ന് തന്നെ കുമാരൻ ഒരു ഐഡിയ തോന്നിട്ട് മന്ത്രവാദിയോട് പറയാണ്, നീ ഒരു കാര്യം ചെയ്യും, അതിന്റെ ശ്രദ്ധ തിരിച്ച് നീ അതിനെ ആ ഒരു ചെരിഞ്ഞ മലയുടെ ഭാഗം ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. എന്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട് പറയാണ്. അങ്ങനെ മന്ത്രവാദിയും ആ ഒരു ഒട്ടകം രണ്ടുപേരും കൂടെ ആ മലയരിയിലേക്ക് ചെന്നിട്ട് ഈ വലിയ മിഷീനാമയുണ്ടല്ലോ അതിനെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. ഇത് കണ്ട് നേരെ അങ്ങോട്ടേക്ക് ഈ അനരീഫ് വരികയാണ്. അതുപോലെ തന്നെ ഈ മന്ത്രവാദി അവൾക്കുള്ളിൽ ഒരുപാട് മാന്ത്രിക ശക്തികളുണ്ട്. അത് മുഴുവനായിട്ടും അത് ഊറ്റിയെടുക്കാനായിട്ട് ആ ആമത്തല പുറത്തേക്ക് വരികയാണ്. എന്നാൽ ആ ഗ്യാപ്പിൽ അതിന്റെ ഇടയിലേക്ക് കുറെ വിത്തുകൾ അവളുടെ കയ്യിലുണ്ടല്ലോ അതെറിഞ്ഞ് അവിടെ ബ്ലോക്ക് ചെയ്യാണ്. അധിക നേരമൊന്നും ബ്ലോക്ക് ആവില്ല. എന്നാൽ ആ ഒരു ദേഷ്യം കൊണ്ട് അനരീഫ് എന്താക്കിയെന്നറിയോ, ഭയങ്കര പവർഫുൾ ആയിട്ട് അവളുടെ ദേഹത്തുള്ള എല്ലാ ശക്തിയും കൊണ്ട് ഊറ്റിയെടുക്കുകയാണ്. ഊറ്റിയെടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? അവളുടെ പ്രായം നന്നായിട്ട് കൂടി വരികയാണ്. ഇത് കണ്ടപ്പോൾ മന്ത്രവാദിയെ രക്ഷപ്പെടുത്താനായിട്ട് അനരീഫിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന സ്വാമി എന്താക്കിയെന്നറിയോ, അവിടെ ഉണ്ടായിരുന്ന ഒരു ലിവർ പിടിച്ച ഒരൊറ്റ ചവിട്ടലാണ്. അതിൽ നിന്നും ഇപ്പൊ ആ ഒരു മന്ത്രവാദി രക്ഷപ്പെട്ടു. ഇപ്പൊ ദേഷ്യം വന്ന ഈ അനരീഫ് സ്വാമിയെ ചവിട്ടി പുറത്തേക്ക് ഇടുകയാണ്. എന്നാൽ ആ വഴിയിലൂടെ മുകളിലേക്ക് കയറി വരികയാണ് നമ്മുടെ കുമാരൻ. എന്നാൽ അപ്പൊ തന്നെ മുകളിലുണ്ടായിരുന്ന ഒരു കൈ വെച്ച് കുമാരന്റെ ആ ഒരു കണ്ണാടി ഉണ്ടല്ലോ അതിനിട്ട് ഒരു അടി അടിച്ചപ്പോൾ കുമാരനെ ഇപ്പൊ ഒന്നും കാണാൻ കഴിയുന്നില്ല. എന്നാൽ അതേ നേരം താഴെ ഉണ്ടായിരുന്ന സ്വാമി കുമാരന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങോട്ടാണ് പോകേണ്ടത്, എങ്ങോട്ടാ തിരിക്കേണ്ടത്. അപ്പൊ സ്വാമി പറയുന്നത് പോലെ കറക്റ്റ് ആയിട്ട് കേട്ടിട്ട് അവന്റെ കയ്യിൽ ആ ഒരു ഗതയുണ്ടല്ലോ ഇത് ആമയുടെ തലയുടെ ഭാഗത്ത് കുരുക്കിയിട്ട് അവൻ ഒരൊറ്റ ചാട്ടാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ ആ ഒരു ചങ്ങല വലിഞ്ഞു വരുന്നുണ്ട്. ആ ചങ്ങല ഉപയോഗിച്ച് അതിനെ നേരെ പിന്നിലേക്ക് വലിക്കുകയാണ് കേട്ടോ. നല്ല ശക്തമായിട്ട് വലിച്ചപ്പോ ആമ തല കീഴായിട്ട് വീഴാണ്. അതോട് കൂടിയിട്ട് അതിന്റെ ഉള്ളിലെ ആ മാന്ത്രിക ജലം മുഴുവനായിട്ടും പുറത്തേക്ക് വന്നു. പിന്നീട് ആ ആമ വർക്ക് ചെയ്യാതെ ഇതേ നേരം തന്നെ ഭയങ്കര ദേഷ്യത്തിൽ അനരീഫ് പുറത്തേക്ക് വന്നിട്ട് നോക്കിക്കോ എല്ലാത്തിനെയും ഞാൻ ഒരു ദിവസം പിടിക്കുന്നു പറഞ്ഞിട്ട് ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മാന്ത്രിക ചിറക് അതുപയോഗിച്ച് ഇവിടുന്ന് പറന്ന് പോകാൻ നോക്കുകയാണ്. എന്നാൽ അത് നന്നായിട്ട് വർക്കായില്ല. ഇയാൾ നേരെ വന്ന് വീണത് ആ മാന്ത്രിക ജലം ഒരുപാടായിട്ട് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ടല്ലോ അതിലേക്കാണ്. അതിന്റെ ശക്തി ഇയാളുടെ ദേഹത്തിന് താങ്ങാൻ പറ്റില്ല. ഇയാൾ അപ്പൊ തന്നെ ഉരുകി അതിൽ ചേരുകയാണ്. അതുപോലെ തന്നെ കുമാരൻ ആ ആമയെ അവന്റെ ദേഹത്തുകൂടെ വലിച്ചിട്ടത് കൊണ്ട് തന്നെ അവനിപ്പോ മരിച്ചിരിക്കുകയാണ്. ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് ആ ഒരു പെൺകുട്ടി വരുന്നുണ്ട്. പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ആ ഒരു മൃഗമാണ് കേട്ടോ. അതുപോലെ മന്ത്രവാദിയും നമ്മുടെ സ്വാമിയൊക്കെ ഭയങ്കര വിഷമത്തിലാണ്. എന്നാൽ അല്പനേരം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കുമാരൻ കണ്ണു തുറക്കുകയാണ്. കാരണം എന്താ, ആ മാന്ത്രിക ജലം ഉണ്ടല്ലോ അതിന്റെ ഒരു ഇച്ചിരി അംശം അവന്റെ ദേഹത്തു കൂടി ആയിട്ടുണ്ട്. അവനിപ്പോ ചാടി എഴുന്നേൽക്കുകയാണ്. അതുപോലെ തന്നെ അവന്റെ കാഴ്ചശക്തിയും ഇപ്പൊ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായിട്ട് ആ ഒരു പെൺകുട്ടി നമ്മുടെ കുമാരന്റെ അരികിലേക്ക് വന്ന സമയത്ത് കുമാരൻ പറയാണ്, ഈ ലോകത്തുള്ള ഏതെങ്കിലും ഒരു മന്ത്രവാദിക്ക് അല്ലെങ്കിൽ ആർക്കെങ്കിലും നിന്റെ ദേഹത്തെ ഈ ഒരു ശാപം ഇല്ലാതാക്കാൻ അറിയാമെങ്കിൽ ഞാൻ അയാളെ കൊണ്ടുവരും, നിന്നെ ഒരു മനുഷ്യനാക്കി തന്നെ ഞാൻ മാറ്റും. കാരണം എനിക്ക് നിന്നെ വിട്ട് കളയാൻ പറ്റില്ല, ഞാൻ അത്രയും നിന്നെ പ്രണയിക്കുന്നുണ്ട് എന്ന് പറയണം. എന്നാൽ ഈ നേരത്താണ് ആ പെൺകുട്ടി ഒരു കാര്യം പറയുന്നത്, കുമാര ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. അതായത് ശാപം കിട്ടിയത് എനിക്കല്ല, എന്റെ ഉള്ളിൽ ആ ഒരു മൃഗത്തിനാണ്. യഥാർത്ഥത്തിൽ ഞാൻ ആ ഒരു മൃഗമാണ്. എന്റെ യഥാർത്ഥ രൂപവും അതാണ്. ഒരു ശാപത്തിലൂടെ ഒരു പെൺകുട്ടിയുടെ രൂപത്തിലേക്ക് ഇടയ്ക്ക് എനിക്ക് മാറാൻ പറ്റും, അത്രമാത്രം. പക്ഷേ ഞാൻ മരിക്കുന്നവരെ എന്നും നിന്നെ ഓർക്കും കുമാര, ഒരിക്കലും നിന്നെ എനിക്ക് മറക്കാൻ പറ്റില്ല. ഇത് പറഞ്ഞ ആ ഒരു പെൺകുട്ടി കുമാരനെ ഒന്ന് ചുംബിക്കുകയാണ്. അടുത്ത നിമിഷം തന്നെ
അവളുടെ യഥാർത്ഥ രൂപത്തിലേക്ക്, അതായത് ആ ഒരു ഭീകര രൂപിയുടെ രൂപത്തിലേക്ക് വന്നിട്ട് അവൾ അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഇതേ നേരം തന്നെ നമ്മുടെ മന്ത്രവാദി എന്താ ചെയ്തതെന്ന് അറിയോ? ഈ ഭീകരനായിട്ടുള്ള ആമയുണ്ടല്ലോ, ഇതിന്റെ ഉള്ളിൽ കയറി തപ്പി അവസാനം ആ അനരീഫ് അവന്റെ ജീവൻ നിലനിർത്താനായിട്ട് ഉപയോഗിച്ച ആ ഒരു മരുന്നുണ്ടല്ലോ, അതെടുത്ത് ഈ മന്ത്രവാദി കുടിക്കുകയാണ്. ഭയങ്കര സന്തോഷമായി. ഇനി മന്ത്രവാദം ഒന്നും ചെയ്യണ്ടല്ലോ, കെട്ടാൻ നാറ്റുള്ള മാന്ത്രിക ജലമൊന്നും കുടിക്കണ്ടല്ലോ, ഇത് തന്നെ കുടിക്കാലോ എന്ന് പറഞ്ഞിട്ട് അവൾ കുടിച്ചു നോക്കുമ്പോൾ അതൊരു മാന്ത്രിക ജലമല്ല, ഒന്നുമല്ല, വെറും എന്തോ ഒരു ജ്യൂസ്. ഈ അനരീഫിന് അത്ര വലിയ പ്രായമൊന്നുമില്ല, ഇയാൾ സാധാ ഒരു മനുഷ്യൻ തന്നെയാണ്. പക്ഷെ പക്കാ ഉഡായിപ്പ്. ഇയാളുടെ ഈ തന്ത്രം എല്ലാം വിജയിച്ചായിരുന്നെങ്കിൽ ഇയാള് വേറെ എന്തെങ്കിലുമൊക്കെ ആയി തീർന്നേനെ. പക്ഷെ ഇവരെല്ലാം ഇടപെട്ട് അതിനെയൊക്കെ അങ്ങോട്ട് ഇല്ലാതാക്കിയിട്ടുണ്ട്. എന്തായാലും ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും ഇവരുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകണം. പക്ഷെ തിരിച്ചു പോകുന്ന സമയത്ത് ഇവരൊരു ടീമായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കുമാരനും കൂടെ സ്വാമിയും അതുപോലെ തന്നെ മന്ത്രവാദിയും, പിന്നെ ഇവര് പോകുമ്പോൾ ആ ഒരു മിഷേൻ ഒട്ടകണ്ടല്ലോ അതിനെ കൂടെ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇവരുടെ നാട്ടിലേക്ക് വന്നപ്പോൾ നാട്ടുകാരൊക്കെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ്. കാരണം എന്താ, കുമാരൻ ഇല്ലാതിരുന്ന ആ ഒരു കുറച്ച് സമയമുണ്ടല്ലോ, ഓരോ ജീവികളുടെ ശല്യം കാരണം ഇവർക്ക് ജീവിക്കാൻ പറ്റാണ്ടായി. അതുകൊണ്ട് കുമാരൻ ഇല്ലാതെ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് നാട്ടുകാർക്ക് മനസ്സിലായി. അതുകൊണ്ട് രണ്ട് കൈ നീട്ടി അവന്മാര് സ്വീകരിക്കുകയാണ്. ഇതിനുശേഷം നമ്മുടെ മന്ത്രവാദി അവളുടെ കയ്യിൽ കുറേ അധികം മാന്ത്രിക പുസ്തകങ്ങളുണ്ട്. ഇതെല്ലാം നോക്കി വായിച്ച് പഠിച്ച് അവസാനം ഒരു കാര്യം കണ്ടുപിടിക്കുകയാണ്, ഒരു വലിയ ശാപത്തിനെ കുറിച്ച്. അത് വ്യക്തമായിട്ട് ഈ മന്ത്രവാദി പഠിക്കുന്നുണ്ട്. ശരിക്കും ആ ശാപം കിട്ടിയ ആളാണ് ഇവരുടെ കൂടെ ഇത്രയും ദിവസം ഉണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവൾക്ക് ശാപം കൊടുത്ത ആള് അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച്, അല്ലെങ്കിൽ അവളുടെ മൈൻഡിനെ തന്നെ തിരിച്ചു വെച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവളൊരു മനുഷ്യ സ്ത്രീ തന്നെയാണ്. അവൾക്ക് കിട്ടിയ ശാപം അനുസരിച്ചാണ് ഒരു മനുഷ്യനെ അവൾ തൊട്ട് കഴിഞ്ഞാൽ അവൾ ഒരു മൃഗമായി മാറും എന്നുള്ളത്. യഥാർത്ഥത്തിൽ അതവളുടെ രൂപമൊന്നുമില്ല, ശരിക്കും ഒരു പാവം മനുഷ്യ സ്ത്രീ തന്നെയാണ് അവള്. ഈ കാര്യം നമ്മുടെ കുമാരനോട് പറഞ്ഞപ്പോ ഓഹോ അങ്ങനെയാണല്ലേ, എന്നാൽ ഈ ലോകത്തിൽ എവിടെയാണെങ്കിലും ഞാൻ അവളെ കണ്ടുപിടിക്കും, അവളുടെ ദേഹത്തെ ശാപം ഇല്ലാതാക്കും, എന്തു തന്നെ സഹിക്കേണ്ടി വന്നാലും ഉറപ്പായിട്ടും ഞാൻ അവളെ രക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടിയെ തേടി കുമാരൻ ഇറങ്ങുകയാണ്. കുമാരന്റെ കൂടെ തന്നെ മന്ത്രവാദിയുണ്ട്, സ്വാമിയുണ്ട്, പിന്നെ നമ്മുടെ ആ ഒരു ഒട്ടകമുണ്ട്. അതായത് ഇവരുടെ അടുത്ത അഡ്വഞ്ചർ ആയിട്ടുള്ള സാഹസികമായിട്ടുള്ള യാത്ര അത് ആരംഭിക്കാൻ പോവാണ്. ഇത് കാണിച്ച് സിനിമ അവിടെ തീരുന്നുണ്ട്. അപ്പൊ ഈ ഒരു റഷ്യൻ നാടോടിക്കഥ അല്ലെങ്കിൽ ഒരു അമർ ചിത്രകഥ പോലെയുള്ള ഒരു നല്ല രസമായിരുന്നില്ലേ കണ്ടിരിക്കാനും കേട്ടിരിക്കാനൊക്കെ. അപ്പോ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പറയണേ. നിങ്ങളിൽ കുറെ പേരൊന്നും ഒന്നും പറയാറില്ല ഈ കഥയെക്കുറിച്ച്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കേ, ബൈ.